ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലെ രണ്ടാമത്തെ റിപ്പോർട്ടാണ് ഇന്ന് റിപ്പോർട്ടർ പുറത്തുവിട്ടത്. ദേവസ്വം വിജിലൻസിനെ 8ാം പ്രതിയാക്കിയതിന്റെ വ്യക്തമായ കാരണം ഈ രണ്ടാം റിപ്പോർട്ടിലാണ് ഉള്ളത്. സ്വർണ്ണപ്പാളി തീരുമാനങ്ങൾ ദേവസ്വം പ്രസിഡന്റ് അറിയുകയില്ല എന്നും അത് പൂർണ്ണമായും തിരുവാഭരണം കമ്മീഷണറുടെ തീരുമാനമാണെന്നുമുള്ള അന്നത്തെ പ്രസിഡന്റ് പത്മകുമാറിന്റെ വാദമാണ് പൊളിഞ്ഞു വീഴുന്നത്. ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ കൊണ്ടുപോയതിനേക്കാൾ വലിയ കൊള്ള നടന്നതിന്റെ തെളിവുകളാണ്. ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളയിലെ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് അറ്റകുറ്റപ്പണിക്ക് നൽകാൻ തീരുമാനിച്ചത് 2019 മാർച്ച് 19 ചേർന്ന ദേവസ്വം യോഗത്തിലാണ് എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. കൊണ്ടുപോയ കട്ടിള തിരികെ എത്തിച്ചത് രേഖപ്പെടുത്തിയ മഹസറിലില്ല. കൊണ്ടുപോയ സ്വർണമല്ല തിരികെ എത്തിച്ചത്. പോറ്റി പാളി എത്തിച്ച സ്മാർട്ട് ക്രിയേഷൻസും വലിയ തട്ടിപ്പുകാരാണെന്ന തെളിവാണ് ദേവസ്വം വിജിലൻസിൽ ലഭിച്ചിരിക്കുന്നത്. SIT അന്വേഷണത്തിൽ ആരൊക്കെയാകും പ്രതികൾ? ഈ വർഷം സ്വർണം പൂശാൻ കൊണ്ടുപോയിരിക്കുന്ന പാളികൾ മറ്റന്നാൾ സന്നിധാനത്ത് എത്തിക്കുകയാണ്. കള്ളക്കൂട്ടം പൂശിയ പാളിയാണോ വീണ്ടും സ്ഥാപിക്കാനിരിക്കുന്നത്? അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിലപാടെന്താണ്? ചോദ്യങ്ങൾ നിരവധിയാണ്. കട്ടിളയും കട്ടോ എന്നതാണ് ചോദ്യം. കോൺഗ്രസ് സഹയാത്രികൻ N. ശ്രീകുമാർ, ഇടത് സഹയാത്രികൻ M. ജയചന്ദ്രൻ, BJP പ്രതിനിധി ഷാജി രാഘവൻ, ശില്പി മഹേഷ് പണിക്കർ എന്നിവരാണ് ചർച്ചയിൽ ഉള്ളത്. ആദ്യം ഞാൻ ശ്രീ M. ജയചന്ദ്രനിലേക്ക് പോകുന്നു. ശ്രീ ജയേന്ദ്രൻ, ഇപ്പോൾ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വീഴ്ചകൾ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളിയിൽ വന്നിരിക്കുന്ന കള്ളം, മോഷണം, അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചില ദേവസ്വം ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയതാണ് എന്ന വിലയിരുത്തലാണ് നേരത്തെ CPM നടത്തിയിരുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും അത്തരം പ്രതികരണങ്ങളായിരുന്നു. പക്ഷേ ദേവസ്വം വിജിലൻസിന്റെ രണ്ടാമത്തെ റിപ്പോർട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. അതിൽ കൃത്യമായും ദേവസ്വം ബോർഡ് യോഗം ചേർന്നിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളി കൊടുക്കാൻ തീരുമാനിച്ചത്. ഇത് കട്ടിളയിലെ സ്വർണത്തിന്റെ കാര്യമാണ്. അതിൽ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വം വളരെ വ്യക്തമാകുന്നു. അതിൽ യോഗം ചേർന്നെടുത്ത തീരുമാനമാണ് എന്ന്. ഇതിൽ ദേവസ്വം ബോർഡ് കൂടി പ്രതിക്കൂട്ടിലാവുകയല്ലേ ശ്രീ ജയേന്ദ്രൻ? സ്മൃതി, ഇതിനകത്ത് ആര് പ്രതിക്കൂട്ടിൽ ആകുന്നെങ്കിലും ആകട്ടെ എന്നുള്ള നിലപാട് ഇതിനകം തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രി പരസ്യമായി തന്നെയാണല്ലോ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ പിന്നെ നമുക്കൊരു അവ്യക്തതയുടെ ആവശ്യമേ ഇല്ല. ആരൊക്കെയാണോ പ്രതിസ്ഥാനത്ത് വരാൻ കുറ്റക്കാരായിട്ടുള്ളവർ അവരെല്ലാം വരിക തന്നെ വേണം. അക്കാര്യത്തിൽ നിന്ന് ഒരു തർക്കവും നമുക്കാർക്കും ഉണ്ടാവേണ്ടതേ ഇല്ല. ഞാനും ഖണ്ഡിതമായ അഭിപ്രായക്കാരൻ തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ റിപ്പോർട്ടിൽ പുറത്തുവിട്ടിട്ടുള്ള അനുബന്ധ റിപ്പോർട്ടുണ്ടല്ലോ, 9-ാം തീയതി സമർപ്പിച്ച ഹൈക്കോടതി സമർപ്പിച്ച വിജിലൻസ് റിപ്പോർട്ടിന്റെ അനുബന്ധമായി അന്ന് തന്നെ സമർപ്പിച്ച മറ്റൊരു 5 പേജ് റിപ്പോർട്ട്, അതാണല്ലോ ഇന്ന് പുറത്തുവിട്ടത്. അതിലും പറയുന്ന ചില കാര്യങ്ങളിലൊക്കെ ഈ ആ റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ തന്നെ വായിക്കുമ്പോൾ ചില അവ്യക്തതകൾ വായിച്ചാൽ എനിക്ക് തോന്നി കേട്ടോ. ബാക്കിയുള്ളവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ചിലതിലൊക്കെ അവ്യക്തത തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. തുടക്കത്തിൽ തന്നെ 1-ാമത്തെ പേജിൽ തന്നെ ഉള്ളത് ഈ താങ്കളിപ്പോൾ പറഞ്ഞല്ലോ ഈ 19/3/2019 കാര്യം ശരിയാണ്. അപ്പൊ അത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ദേവസ്വം കമ്മീഷണർ മേപ്പടി ശുപാർശ ബോർഡിൽ സമർപ്പിച്ചപ്പോൾ സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നതൊഴിവാക്കി ചെമ്പുപാളികൾ എന്ന് മാത്രം എഴുതുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ ശുപാർശ ചെയ്തിട്ടുള്ളതുമാണ്. സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്ന് എഴുതി വന്ന എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ശുപാർശ ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിൽ ചെമ്പുപാളികൾ എന്നാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ദേവസ്വം കമ്മീഷണർ അങ്ങനെ ആക്കി എന്നല്ല പറയുന്നത്, ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിൽ അങ്ങനെയാക്കി എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ദേവസ്വം കമ്മീഷണർ ഓഫീസിലാണ് ഇങ്ങനെയൊരു തിരിമറി നടന്നിട്ടുള്ളതെന്ന് കണ്ടെത്തിയത് ഈ വിജിലൻസ്? അത് പറയുന്നുമില്ല. അപ്പൊ അത്തരം അവ്യക്തതകൾ അവൾ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ കണ്ടെത്തിയ പല കാര്യങ്ങളുടെ തുടർച്ചയായിട്ടല്ലേ അതിനെ വായിക്കേണ്ടത്? ഇത് ആദ്യത്തെ കണ്ടെത്തലായിട്ടാണോ അങ്ങ് വായിക്കുന്നത്? പല കാര്യങ്ങൾ കണ്ടെത്തിയതിൽ അതിനുശേഷം വരുന്ന ഒരു കണ്ടെത്തലായിട്ടല്ലേ അതിന് കാണേണ്ടത്? അങ്ങനെ തോന്നുമ്പോൾ അങ്ങേക്ക് അതിൽ പിന്നെയും സംശയമുണ്ടോ? അല്ല, അങ്ങനെ മാത്രമല്ലെന്നേ ഞാൻ പറഞ്ഞത്. ഇത് മാത്രമല്ല, ഇപ്പോ എന്തുകൊണ്ടാണ് ഇത് ശബരിമലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോയത് എന്നൊരു ചോദ്യം ഈ പറയുന്ന ദേവസ്വം വിജിലൻസിന്റെ മെയിൻ റിപ്പോർട്ടിലും ഇപ്പൊ ഈ 5 പേജിന്റെ അഡീഷണൽ റിപ്പോർട്ടിലും വായിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ. ആ ഒരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ടോ? അത് സംബന്ധിച്ച് അവരുടേതായ ഫൈൻഡിങ്സ് എന്തെങ്കിലും വരുന്നുണ്ടോ? പക്ഷെ അങ്ങനെ ചെയ്യാൻ കഴിയൂ. കാര്യം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയതാണ് മിനമാത കൺവെൻഷൻ 2013 ഒക്ടോബർ 10.
നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് 2018 അത് വേറെ കാര്യം. പക്ഷേ മീനമാത കൺവെൻഷന്റെ ഭാഗമായിട്ടാണ് മെർക്കുറി ഉപയോഗിച്ചിട്ടുള്ള പരിപാടികൾ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടത് ഇന്റർനാഷണലി. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കും അത് പറ്റാത്തത്. അതുകൊണ്ടാണ് ഇലക്ട്രോപ്ലേറ്റിംഗിലേക്ക് മാറേണ്ടി വരുന്നത്. അങ്ങനെയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് പോലുള്ള സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ് ദേവസ്വം വിജിലൻസ് അത്തരം അന്വേഷണങ്ങളിലേക്ക് പോവാത്തത്? ആ വ്യക്തത അവിടെ നിൽക്കുന്നുണ്ട്. അതും പരിഹരിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും ഉത്തരം കണ്ടുപിടിക്കേണ്ടത് SIT ആണ്. അല്ല, ശ്രീജേന്ദ്രൻ ഒന്നുകൂടെ വ്യക്തത വരുത്തും. അതായത് 98-ൽ ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലല്ലോ നടന്നിട്ടുള്ളത്. അപ്പോൾ അത് ഈ പറയുന്ന 19 ആകുമ്പോഴേക്കും ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലാതെ വേറെ വഴിയില്ല എന്നാവുകയാണോ? അതെ, നിശ്ചയമായും അതെ. 98-ൽ അത് പറയുന്നുണ്ട്. പരമ്പരാഗത രൂപമായ അത് പിന്നെ ഈ മെർക്കുറി ചെമ്പുമായിട്ടോ മറ്റേതെങ്കിലും ലോഹങ്ങളുമായിട്ടോ കൂട്ടിച്ചേർത്ത് വിളക്കി സ്വർണം പൂശുന്ന രീതിയാണ് പരമ്പരാഗത രീതി എന്ന് പറയുന്നത്, മെർക്കുറിയുമായി ചേർത്തുള്ളത്. അതായിരുന്നു 99-ൽ വിജയ് മല്യയുടെ കാലത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ മീനമാത കൺവെൻഷൻ വന്നതോടുകൂടി 2013 ഒക്ടോബർ 10 ഇന്ത്യയും ആ കൺവെൻഷനിൽ ഒപ്പിട്ടിട്ടുണ്ട്. അതോടുകൂടി അത് ആ പരിപാടി അവസാനിച്ചു, ഗ്ലോബലി അവസാനിച്ചു. മെർക്കുറി ചേർത്ത് ഒരു സംവിധാനം പിന്നെ സാധ്യമല്ലാതെ വന്നു. അത് പാരിസ്ഥിതികവും ആരോഗ്യപരമായ പ്രശ്നങ്ങളാലാണ് മീനമാത കൺവെൻഷൻ ഓൺ മെർക്കുറി എന്ന് തന്നെ പറഞ്ഞിട്ടുള്ള കൺവെൻഷൻ നടക്കുന്നത്. അത് പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഇത് ഇലക്ട്രോപ്ലേറ്റിംഗിലേക്ക് മാറേണ്ടി വരുന്നത്. പക്ഷെ അത്തരത്തിലൊരു വിദൂരമായ അന്വേഷണത്തിന്റെ ശ്രമം പോലും ഈ വിജിലൻസിന്റെ ഭാഗത്ത് ഞാൻ കണ്ടില്ല. ഈ 2 റിപ്പോർട്ടിലും ഞാൻ സൂക്ഷ്മമായി വായിച്ചു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു വാദം ഇതുവരെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും കേട്ടില്ല, ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തുനിന്നും കേട്ടില്ല. അങ്ങയുടെ ഭാഗത്താണ് ആദ്യമായിട്ട് ഞാൻ ഈ ഒരു വാദം കേൾക്കുന്നത് കേട്ടോ. അല്ല, അതെ, ഞാൻ ദേവസ്വം മന്ത്രി അങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് അവകാശവാദം ഇല്ലല്ലോ സ്മൃതി. ഞാൻ പറയുമ്പോൾ നമ്മൾ ഇതിന്റെ എല്ലാ ആസ്പെക്ട്സും സ്വാഭാവികമായും പരിശോധിക്കുമല്ലോ. അല്ല, അങ്ങ് പറയുന്ന ഒരു പോയിന്റ് പ്രധാനമാണ്. ആ പോയിന്റിൽ ഊന്നാൻ പറ്റുമെങ്കിൽ ആദ്യം ഊന്നേണ്ട പോയിന്റ് ആണല്ലോ. എന്തുകൊണ്ട് ആ പോയിന്റ് അവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അല്ല, അതെനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയുന്നത് താങ്കൾക്ക് ചർച്ചയിൽ പല ഘട്ടങ്ങളിലും താങ്കളുടെ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്ന ആളാണല്ലോ. ഞാൻ വരുമ്പോൾ കഴിയുന്നത്ര പഠിച്ചിട്ട് ഞാൻ വരാറുള്ളൂ, പഠിക്കാൻ ശ്രമിക്കാറുമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിഷയവും പഠിക്കാൻ ശ്രമിച്ചത്. അപ്പോഴാണ് എന്തുകൊണ്ടാണ് ശബരിമലയ്ക്ക് പുറത്തേക്ക് ഇത് പോകുന്നത് എന്ന് സ്വാഭാവികമായി എനിക്കുണ്ടായ സംശയമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ പ്രേരിപ്പിച്ചതും. അങ്ങനെയാണ് ഈ മീനമാത കൺവെൻഷൻ, ജപ്പാനിലെ സ്ഥലമാണ് മീനമാത എന്ന് പറയുന്നത്. ആ ഗ്ലോബൽ ഇന്റർനാഷണൽ കൺവെൻഷൻ ആയിരുന്നു. 2013 ഒക്ടോബർ 10 ആ കൺവെൻഷൻ. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ 2018. പക്ഷേ കൺവെൻഷൻ കഴിഞ്ഞോടുകൂടി തന്നെ ഇന്ത്യൻ പാർലമെന്റ് ഇന്ത്യ ഗവൺമെന്റ് അതിൽ ഒപ്പുവെച്ചു. പാർലമെന്റ് പാസ്സാക്കുന്നതാണ് 2018. പക്ഷെ അതിനുശേഷം അപ്പോഴാണ് പിന്നെ ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് വ്യാപകമാവുന്നത്. അങ്ങനെയാണ് ശബരിമല പോലുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണല്ലോ അത്, പെരിയാർ ടൈഗർ റിസർവ് എന്നാണല്ലോ പറയുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നടത്താൻ കഴിയില്ല. ഞാൻ പറയുന്നത് എന്റെ ഈ ആർഗ്യുമെന്റ് അതല്ല, ഇവിടെ ഞാൻ പറയാൻ വന്നതും അതല്ല. പക്ഷെ അത്തരത്തിലുള്ള ഒരുപാട് അവ്യക്തതകൾ അവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ട് ഈ വിജിലൻസിന്റെ അന്വേഷണം എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. ശരി, അപ്പോൾ ദേവസ്വം ബോർഡ് യോഗത്തിലെടുത്ത ഒരു തീരുമാനത്തിൽ അസ്വാഭാവികതയില്ല എന്നുള്ളതാണ് അങ്ങയുടെ പോയിന്റ്, ശ്രീജേന്ദ്രൻ. അല്ല, അസ്വാഭാവികത ഉണ്ടെന്നാണല്ലോ സ്വാഭാവികമായും ഞാൻ കരുതുന്നത്. അങ്ങനെയാണ്, അസ്വാഭാവികത ഉണ്ട്. ആരൊക്കെയാണ് അതിന് ഉത്തരവാദി എന്നുള്ളതാണ് കണ്ടുപിടിക്കപ്പെടേണ്ടത്. അതിനാണ് ഇന്നും മന്ത്രിശ്രീ VN വാസവൻ പറഞ്ഞല്ലോ, 5 ആഴ്ചയോട് നിങ്ങൾ കാക്കൂ എന്ന് പറഞ്ഞല്ലോ, നമ്മളോടാണല്ലോ പറഞ്ഞത്. അപ്പൊ 5 ആഴ്ചയോട് നമ്മൾ കാക്കുകയാണ് ഇനി. അപ്പോഴാണല്ലോ 6 ആഴ്ചയുള്ള ഹൈക്കോടതി അന്വേഷണ സമയം പൂർത്തിയാവുന്നതും പിന്നെ തീരുമാനം ഹൈക്കോടതി എടുക്കുന്നു. അപ്പോഴാണല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം ഇനി 5 ആഴ്ചയോട് നിങ്ങൾ കാക്കൂ, അപ്പോഴേക്ക് ഹൈക്കോടതി റിസൾട്ട് വരുമല്ലോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മറ്റൊരു വ്യക്തത കൂടി വരുന്നു ശ്രീജേന്ദ്രൻ. കാരണം ഈ വിഷയത്തിൽ CPM പ്രതിനിധികൾ ഇതുവരെയും ചർച്ചയ്ക്ക് വന്നിരുന്നു. പക്ഷേ ദേവസ്വം ബോർഡ് പ്രതിരോധത്തിലായ ശേഷം CPM പ്രതിനിധികളെ അയക്കുന്നില്ല. കാരണം ഇതിൽ 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് തന്നെ വീഴ്ച വന്നിരിക്കുന്നു എന്ന വിലയിരുത്തലേക്ക് വന്നു എന്ന് വേണം അനുമാനിക്കാൻ. അപ്പോൾ പ്രതിരോധിക്കാനുമില്ല, കുറ്റം പറയാനുമില്ല, മാറി നിൽക്കുന്നു, നിശബ്ദമായിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, ഇതിലെങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? ഇതിലെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിരുന്ന അന്നത്തെ പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ പിന്നെ ക്ലാസ് 4 ജീവനക്കാരനായി അന്ന് സെർവ് ചെയ്തിട്ടുള്ള ആരെങ്കിലും അതിൻ്റെ അത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ആർക്കെങ്കിലും പ്രതിരോധിക്കാൻ കഴിയുമോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനകത്ത് SIT പോലുള്ള വലിയൊരു ഉത്തരവാദിത്വം ഹൈക്കോടതി നേരിട്ട് ചുമതലപ്പെടുത്തി അന്വേഷിക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചപ്പോൾ അതിനകത്ത് പിന്നെ ഒരു ഡിഫൻസിനും പഴുതില്ല, അത് ഉണ്ടാകാനും പാടില്ല.
പ്രത്യേകിച്ച് ഇതുപോലുള്ള വലിയ സ്ഥാപനമായിട്ട് നിലനിൽക്കുന്ന ശബരിമലയെ സംബന്ധിച്ച് അങ്ങനെ ഒരു പഴുതുമില്ലാത്ത അന്വേഷണം വേണം എന്ന് ഹൈക്കോടതിക്ക് നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് വരെ വന്നത് നമ്മുടെ വന്നില്ലേ അവിടെ. അതടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അത് നടക്കട്ടെന്നേ. അതെ, ജസ്റ്റിസ് കെ ടി ശങ്കരൻ അദ്ദേഹം വന്നിട്ട് അദ്ദേഹം വളരെ കാര്യമായിട്ട് തന്നെ ഒരു ദിവസമല്ല 2 ദിവസം അദ്ദേഹം അവിടെ ചെലവഴിച്ചു അതിനു വേണ്ടിയിട്ട്. അത്രയും വലിയ കാര്യങ്ങൾ അത്രയും വലിയ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇത് ചെറിയ കാര്യമല്ല, ഇത് പിന്നെ കേരളത്തിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ മറ്റ് അയൽ സംസ്ഥാനങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യവുമല്ല. അത് നാഷണലി ഓർ ഗ്ലോബലി തന്നെ കേരളത്തിന്റെ ഈ വലിയ ഒരു ഡേറ്റയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഗൗരവം ഹൈക്കോടതി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. പരിപൂർണമായിട്ട് ഹൈക്കോടതി എന്താണോ അതിൻ്റെ അകത്ത് നിർദ്ദേശിക്കുന്നത്, ആ അന്വേഷണ സംഘം എന്താണോ പുറത്തു കൊണ്ടുവരുന്നത്, അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുക, നടപ്പിലാക്കുക എന്നുള്ളതല്ലാതെ അതിനകത്ത് ആരൊക്കെയാണോ കുറ്റക്കാരായി വരുന്നത് ആ കുറ്റക്കാരെല്ലാം 30 വെള്ളം കുടിച്ചേ മതിയാവൂ, അഴി എണ്ണിയേ മതിയാവൂ, ആരാണെങ്കിലും ശരി. എനിക്ക് അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ശരി. ഞാനൊന്ന് ശ്രീ മഹേഷ് പണിക്കറിലേക്ക് പോവുകയാണ്. മഹേഷ് പണിക്കർ ഇപ്പോൾ അങ്ങൊരു ശില്പിയാണല്ലോ. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഈ 98 സാഹചര്യമല്ല 2019 ആകുമ്പോഴേക്കും അവിടെ സ്വർണ്ണപ്പാളികൾ പൂശുകയല്ലാതെ നിർവാഹമില്ല എന്നൊരു കാര്യമാണ് ശ്രീ ജയേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത്. അങ്ങേക്ക് അതേക്കുറിച്ചുള്ള അറിവ് എന്താണെന്ന് പറയേണ്ടതുണ്ട്. ഇതിനകത്ത് ഇന്നലെ തന്ത്രി അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റിലും ഇതുപോലെ ഈ ഒരു വാദം വെച്ചിട്ട്, അതായത് ഗവൺമെന്റ് മെർക്കുറി നിരോധിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ സ്വർണം ക്ലാഡിങ് നിരോധിച്ചത് കൊണ്ടാണ് അവർക്ക് കൊണ്ടുപോകേണ്ടി വന്നെന്നുള്ളൊരു വാദം ഉയർന്നു വന്നതായിട്ട് ഇങ്ങനെ ഞാൻ അദ്ദേഹം പറയുന്നത് കേട്ടു. അപ്പം ഇതൊരു ബോധപൂർവമായ സംഭവമാണ്. അതായത് കഴിഞ്ഞ മാസം വരെയും ഇപ്പോഴും ദേവസ്വം ബോർഡിന്റെ പല ക്ഷേത്രങ്ങളും തിരുവല്ല, ശ്രീവല്ലഭ ഉൾപ്പെടെയുള്ളിടത്തും ഈ ക്ലാഡിങ്ങിന് വേണ്ടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 100 ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തന്നെ ഈ ക്ലാഡിങ് അത് കഴിഞ്ഞ് നടന്നിട്ടുണ്ട്. പിന്നെ ശബരിമല എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് നടക്കുന്നതിന് ഈ അദ്ദേഹം പറഞ്ഞ പോലെ പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ആ റെസ്ട്രിക്ഷൻ 98 ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതൊരു നമുക്കത് വാദത്തിന് വേണ്ടി പറയാമെങ്കിലും ഈ പുറത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യം എന്നാൽ പോലും ഇല്ല. കാര്യം ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് സന്നിധാനത്ത് വെച്ച് തന്നെ ചെയ്യാം. ആനോഡും കാഥോഡും യൂസ് ചെയ്തിട്ട് ഇതിനെ ഇലക്ട്രിസിറ്റി കടത്തിവിട്ടിട്ട് ഈ സ്വർണം പൂശുന്ന മെത്തേഡ് അവിടെ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഇത് അതിലും വേറെ ഇതൊരു തട്ടിപ്പ് സങ്കേതമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവർ സ്വർണ്ണമല്ല വെക്കുന്നത്, ഇതിനകത്ത് ഒരു പൊടി പോലത്തെ സംഭവം വെള്ളത്തിൽ കലക്കുകയാണ്, എന്നിട്ട് ആ വെള്ളത്തിൽ മുക്കിയെടുക്കുകയാണ് ഇങ്ങനെ വെള്ളോട്ട്. അപ്പം അത് വേറൊരു മെത്തേഡാണ്. ഇത് എൻ്റർലി ഡിഫറെന്റ് ന്യൂ ഒരു നിക്കൽ ഡിപ്പിംഗ് മെത്തേഡ് എന്നൊക്കെ പറയുന്ന വേറൊരു ടൈപ്പ് മെത്തേഡാണത്. ഇതല്ലാണ്ട് പുതിയ ഇതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേറൊരു സാധനമുണ്ട്. ഇങ്ങനെ സ്വർണ്ണത്തിനെ ഇവാപ്പറേറ്റ് ചെയ്ത് ഒരു വാക്വം ചേമ്പറിൽ വെച്ചിട്ട് സ്വർണ്ണത്തിന്റെ അയോണിനെ പിടിപ്പിക്കുന്ന മെത്തേഡുണ്ട്. പ്രത്യേകത എന്താണ് ശ്രീ മഹേഷ് പണിക്കർ? സ്വർണ്ണത്തിന്റെ നിറവും ലഭിക്കും, എളുപ്പം മങ്ങുകയും ചെയ്യും അല്ലെ? കാലാകാലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കൊണ്ടുപോകാൻ പാകത്തിലാണ്. വളരെ കുറച്ച് മതി. ഇത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഭാഗങ്ങളിലേക്കൊക്കെ ഇത് പിടിപ്പിക്കാൻ പറ്റും. പ്ലാസ്റ്റിക് പിടിപ്പിക്കാം, മരത്തിൽ പിടിപ്പിക്കാം. അതായത് ഇതിന്റെ പുറത്തൊരു നിക്കലിന്റെ കോട്ടിങ് വരുന്നു, അതിന്റെ പുറത്തോട്ട് സ്വർണ്ണമോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ ലോഹം ആഡ് ചെയ്യേണ്ടത് അത് ആഡ് ചെയ്യാൻ പറ്റും. ഇതൊരു എന്താ പറയുക, നമ്മൾ പഴയ മുക്കുമണ്ടോ എന്ന് പറയുന്ന ഒരു സംഭവമാണിത്. ഇത് ഒരു തരത്തിലും ഇത് ഈ വലിയ മെഷീനറി ഒക്കെ വേണം. അതൊരു വെള്ളം ഇങ്ങനെ തിളപ്പിക്കുന്ന സംഭവം പോലെ ഒരു ഹീറ്റ് കൊടുത്തിട്ട് ആ ലിക്വിഡിലേക്ക് ഈ സ്വർണ്ണത്തിനെ വെള്ളത്തിലേക്ക് അലിയിപ്പിച്ചിട്ട് സയനൈഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലൈനിലേക്ക് അലിയിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് എന്ത് മുക്കിയാലും അതിൽ പിടിക്കും. അതായത് നിക്കൽ ബേസ്ഡ് ഒരു ബേസ് ഉള്ള എന്ത് മുക്കിയാലും അതിലോട്ട് കയറി പിടിക്കും. അതാണ് അതിന്റെ ടെക്നോളജി വരുന്നത്. പക്ഷേ നമുക്ക് ശബരിമലയിലൊക്കെ പരമ്പരാഗത രീതിയിൽ ഈ മെർക്കുറി വെച്ച് പൂശുന്നത് കൂടാണ്ട് നമുക്ക് ഈ മുക്കുന്ന രീതി, അതായത് നമുക്ക് ഇലക്ട്രിക് വെച്ചിട്ടുള്ള ആനോഡും കാഥോഡും വെച്ചിട്ട് മുക്കേണ്ട സ്വർണം, നമുക്ക് ചെമ്പിന്റെ ഭാഗങ്ങൾ നമ്മൾ നെഗറ്റീവിലും ഈ സ്വർണ്ണ തകിട് പോസിറ്റീവിലും വെച്ചിട്ട് സയനൈഡ് ബേസ്ഡ് ഒരു ലൈനിൽ മുക്കിയിട്ട് അവിടെ ഈ പറഞ്ഞ നിയമങ്ങളൊന്നും വരുന്നില്ല. സയനൈഡ് നിരോധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അദ്ദേഹത്തിനോട് ചോദിക്കണം. പക്ഷേ മെർക്കുറിയുടെ പ്രശ്നം മാത്രമാണ് പറയുന്നെങ്കിൽ ഇതുണ്ട്. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ ഈ പറഞ്ഞ അത്ര വലിയ എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് മെർക്കുറിയുടെ കിലോ കണക്ക് മെർക്കുറിയോ അല്ലെ അങ്ങനൊന്നും വരുന്നല്ലേ. ഈ ഡാമേജ് ഉണ്ട് അവിടെ വെച്ച് തന്നെ 2-3 ഫോയിൽ അതിന്റെ പുറത്തോട്ട് വെച്ചിട്ട് ഹീറ്റ് ചെയ്ത് ചെറിയൊരു ബ്ലോവർ വെച്ചിട്ട് 350 ഡിഗ്രി ചൂടായാൽ മതി. ഇതിന്റെ ബേസ് ശില ആയതുകൊണ്ട് അത് അവിടെ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഈവൻ ഇളക്കുക പോലും ചെയ്യാൻ പറ്റുന്ന വളരെ എന്താ പറഞ്ഞാൽ ഒട്ടും അങ്ങനെ വാർത്താ പ്രാധാന്യമോ ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്യേണ്ട രീതിയിലോ അല്ലെങ്കിൽ നിരോധനമോ ഒന്നും ബാധിക്കാത്ത രീതിയിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അണ്ടറിൽ ഈ ഗോൾഡ് ഫോയിലിംഗ് നടക്കുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അല്ലാതെ പ്രൈവറ്റ് അമ്പലങ്ങളുടെ ആയിരക്കണക്ക് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കല്യാൺ ജ്വല്ലറി അദ്ദേഹത്തിന്റെയൊക്കെ വീടുകളിലൊക്കെ ഈ ചെയ്ത എല്ലാം ഗോൾഡ് ഫോയിൽ ലോകത്തെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മെർക്കുറി അതിനുവേണ്ടി നിരോധിച്ചു എന്ന് പറയുന്നത് ഒരു സാങ്കത്യം, വെറുതെ ഒരു കാര്യങ്ങൾ പറയാനായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ശബരിമലയ്ക്കകത്ത് വനാന്തരത്തിലായതുകൊണ്ടും ടൈഗർ റിസർവ് ആയതുകൊണ്ടും അതിനെന്തെങ്കിലും പ്രത്യേക റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് മാത്രമേ ഉള്ളൂ അതിനകത്ത് വരുന്നത്.
ശരി ശ്രീകുമാർ കുറിച്ചുള്ള കാര്യങ്ങൾ. ശരി ശ്രീകുമാർ, ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം, സ്മാർട്ട് ക്രിയേഷൻസ് പ്രൊപ്പറേറ്റർ പങ്കജ് ഭണ്ഡാരിയെ ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിൽ കട്ടിളയിൽ പതിപ്പിച്ചിരിക്കുന്ന പാളികളിൽ സ്വർണം പൂശൽ നടത്തിയത് സ്മാർട്ട് ക്രിയേഷൻസിലാണെന്നും ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന കട്ടിളയുടെ പാളികളിൽ സ്വർണം ഉണ്ടായിരുന്നുവെന്നും അത് സ്മാർട്ട് ക്രിയേഷൻസിൽ റിക്കവർ ചെയ്തിരുന്നുവെന്നും തൂക്കം 409 ഗ്രാം ആണെന്നും മൊഴി നൽകിയിട്ടുള്ളതാണ്. കൂടുതലായി ചോദ്യം ചെയ്തപ്പോൾ 2019 ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളിലും സ്വർണം ഉണ്ടായിരുന്നുവെന്നും അത് അവിടെ റിക്കവർ ചെയ്തിരുന്നുവെന്നും ഇവരുടെ സ്ഥാപനത്തിൽ റിക്കവറി പ്രോസസ് ചെയ്യില്ല എന്നും മഹാരാഷ്ട്രയിൽ നിന്നും എക്സ്പെർട്ടിനെ വരുത്തി ചെയ്യുകയായിരുന്നും പറഞ്ഞു. റിക്കവറി ചെയ്ത സ്വർണത്തിന്റെ തൂക്കം 577 ഗ്രാം ആയിരുന്നു എന്നും സമ്മതിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് സ്വർണം ആദ്യം ഒരു കണക്ക് പറഞ്ഞു, രണ്ടാമത് വേറൊന്ന് മാറ്റി പറയുന്നു. അപ്പോൾ ഇങ്ങനെ തട്ടിപ്പ് നടത്തിയ സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ് 2025 ഇപ്പോൾ പാളി കൊണ്ടുപോയി കഴിഞ്ഞ ശേഷമാണ് വിവാദം ഉണ്ടായിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ വാദത്തിന് സമ്മതിക്കാം. പക്ഷെ അതിനുശേഷവും ഈ വിവാദം ഇങ്ങനെ ശക്തമായി നിൽക്കുകയാണല്ലോ. സ്മാർട്ട് ക്രിയേഷൻസ് ആ പാളി നേരെയാക്കി കൊണ്ടുവരാൻ കാത്തിരിക്കുകയാണ്. 17-ന്, അതായത് മറ്റന്നാളാണ് ആ പാളി കൊണ്ടുവന്ന് ഘടിപ്പിക്കുന്നത്. അതായത് തട്ടിപ്പുകാർ സ്വർണം പൂശിയ പാളി ശബരിമലയിൽ വെക്കാനിരിക്കുന്നു. അതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? നോക്കൂ ശ്രീമതി സ്മൃതി, നമ്മളെ ഒരുപാട് സാങ്കേതിക വിദ്യകളും അതുപോലെ മറ്റു പല കാര്യങ്ങളൊന്നും തർക്കിച്ചിവിടെ സമയം കളയേണ്ട കാര്യമില്ല. അതായത് LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശബരിമലയിലത്തെ സ്വർണവുമായി ബന്ധപ്പെട്ട മോഷണമെന്നോ അല്ലെങ്കിൽ തട്ടിപ്പെന്നോ ഒക്കെ നടന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രതിസ്ഥാനത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അതിനെ ന്യായീകരിക്കാതിരിക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങളാണ്. 5 ആഴ്ച ക്ഷമിക്കൂ, ഒരാഴ്ച കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു പോകാം. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള ഒരു ചെറിയ വിഷയമുണ്ട്, ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ദേവസ്വം ബോർഡും പോലീസും സംവിധാനവും ഒക്കെ ഉള്ള സ്ഥലത്ത് പുറമേ നിന്നുള്ള ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എങ്ങനെ വന്നു, അദ്ദേഹം ഇതിൽ എങ്ങനെ ഇടപെട്ടു, അതുമായി ബന്ധപ്പെട്ട് പിന്നെ എങ്ങനെയാണ് സംഭവ പരമ്പര, ഇതാണ് അന്വേഷിക്കേണ്ടത്. അതെന്തായാലും വിജിലൻസ് അന്വേഷിച്ചിട്ടുണ്ട്, അത് കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷിക്കുന്നുണ്ട്. നമുക്ക് മന്ത്രി വാസവൻ പറഞ്ഞ പോലെ 5 ആഴ്ച കാത്തിരിക്കാം. പക്ഷേ കഴിഞ്ഞ 1999 തൊട്ടുള്ള 6 ഗവൺമെൻറ്റുകളുണ്ട്. 6 ഗവൺമെൻറ്റുകളിൽ 4 ഗവൺമെൻറ് LDFും 2 ഗവൺമെൻറ് UDFും ആണ്. ഈ 4 ഗവൺമെൻറ്റുകളുടെ കാലത്ത് ദേവസ്വം ബോർഡ് ഭരിച്ചവർക്കെതിരെയാണ് ഈ ആക്ഷേപം മുഴുവൻ. 2 ഗവൺമെൻറ്റുകളുടെ കാലത്ത് ഇല്ല, UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. അപ്പോൾ അതുകൊണ്ടാണ് LDF ഇതിൽ പ്രതിക്കൂട്ടിലാകുന്നത്. ഇവിടെ നമ്മളിത് അയ്യപ്പ സംഗമം തൊട്ട് ചർച്ച ചെയ്യുകയല്ലേ ശ്രീമതി സ്മൃതി, അയ്യപ്പ സംഗമം തൊട്ട് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഇന്നിപ്പം CPMൻ്റെ മറ്റേ പ്രത്യക്ഷ താത്വികമായിട്ടും പ്രായോഗികമായിട്ടും അവർക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. കാരണം ഈ ഒരു 2025 ആയപ്പോൾ 9 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ മറ്റേത് 900-ലധികം പ്രകടന പത്രികയിൽ പറഞ്ഞ 900-ലധികം കാര്യങ്ങൾ ഞങ്ങൾ നടപ്പാക്കി, അതിൽ 900 നടപ്പാക്കി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയാൽ മതിയായിരുന്നു. പക്ഷേ അതിനിടയ്ക്കാണ് ഈ അയ്യപ്പ സംഗമം വന്ന് പെട്ടത്. അയ്യപ്പ സംഗമത്തിന് ശേഷം നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് മുഴുവൻ ഈ ശബരിമല വിഷയവും CPMുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ വിശ്വാസികൾ പറയാറുണ്ടെന്ന് പറയാൻ കാരണം ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ പെട്ടെന്ന് വന്ന എന്താ അറിയോ, നമ്മുടെ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി G. സുധാകരന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഫൈറ്റ് ചെയ്തവരാരും ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഫൈറ്റ് ചെയ്യേണ്ടെന്ന് സുധാകരൻ പറഞ്ഞ് AK ബാലനോടും സജി ചെറിയാനോടൊക്കെ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ വിശ്വാസികൾ പറയുന്നതാണ്. വിശ്വാസികൾ ഇത് തന്നെയാണ് പറഞ്ഞത്, അയ്യപ്പനോട് കളി വേണ്ട, അയ്യപ്പനോട് ഫൈറ്റ് ചെയ്തവരാരും വിജയിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇന്ന് സുധാകരൻ പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് വിശ്വാസികൾ ഓർത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഈ വിശ്വാസികളായ ആളുകൾ പറയുമ്പോഴേ അവർക്കിപ്പോൾ വേണേൽ പറയാം, കാരണം ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട അതുപോലെ സമീപത്തുള്ള കോട്ടയം ആലപ്പുഴ ജില്ലകളിലാണ് CPMലൊക്കെ ഇപ്പോൾ പ്രശ്നം. അപ്പോൾ എന്താണിത്, ഇതിപ്പോൾ അയ്യപ്പ കോപമാണെന്നാണ് വിശ്വാസികൾ പറഞ്ഞാൽ ആ വിശ്വാസികൾ പറയുന്നതിനോടെ ചിലപ്പോൾ അവിശ്വാസികൾക്ക് യോജിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. കാരണം എന്താ വെച്ചാൽ ഇന്നേ വരെ CPMൽ ഇല്ലാത്ത പ്രതിസന്ധികളാണ് ഇന്ന് നമ്മൾ കണ്ടത്. അതിൻ്റെ പോട്ടെ, ഇവിടെ ചർച്ചാ വിഷയം എല്ലാത്തൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ് ഓരോ രീതിയിലും. അപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ സ്മൃതി പറഞ്ഞല്ലോ, CPMൻ്റെ പ്രതിനിധികളും ചർച്ചയ്ക്ക് വരുന്നില്ല. അപ്പോൾ പിന്നെ ആ ഒരു ഗതി നമുക്ക് ആലോചിച്ചാലേ നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മുടെ സുഹൃത്ത് ജയേന്ദ്രനൊക്കെ ഇതിൻ്റെ സാങ്കേതിക വിദ്യ സ്വർണ്ണം പൂശലെന്നും പറഞ്ഞിട്ട് ജയേന്ദ്രൻ വെറുതെ പുലിവാല് പിടിക്കാൻ വേണ്ടത്. ആ കോടതി അന്വേഷിച്ചിട്ട് കുറ്റക്കാരാണെങ്കിൽ അവരെ കണ്ടുപിടിക്കട്ടെ എന്നൊക്കെ നിങ്ങളും പറയും നമ്മളും പറയും. പക്ഷേ കുറ്റക്കാരെ കണ്ടുപിടിക്കാതെ നിവർത്തിയൊന്നുമില്ല. ഏത് കുറ്റവാളിയും ശിക്ഷിക്കപ്പെടുമെന്ന് മുഖ്യമന്ത്രി പറയുന്ന പോലെ അല്ലല്ലോ കോടതിയുടെ അന്വേഷണം. അത് ശരിക്കും കുറ്റക്കാരെ കണ്ടുപിടിക്കും. എട്ടാം പ്രതിസ്ഥാനത്താണ് മറ്റേ പത്മകുമാറിൻ്റെ ദേവസ്വത്തിലുള്ള നേതൃത്വത്തിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് വന്നത്. നമുക്കിതിൻ്റെ ഒന്നും അറിയില്ല. നമുക്കൊരൊറ്റ കാര്യം അറിയുള്ളൂ, ശബരിമലത്തെ സ്വർണം പോയി എന്ന് വ്യാപകമായ രീതിയിൽ ആരോപണം വന്നു. ചിലതൊക്കെ തെളിവായിട്ടുമുണ്ട്. ചില CPMൻ്റെ ഭാഷയെ പറഞ്ഞാൽ ചില അവതാര പുരുഷന്മാർ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ.
പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ UDF അയ്യപ്പ മറ്റേ വിശ്വാസ സംഗമ റാലികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയൊരിത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അയ്യപ്പ സംഗമം നടത്തിയത് UDFനെ വെട്ടിലാക്കാനുള്ള അജണ്ടയാണെന്ന് ചില മുന്നോട്ട് വന്നിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്. കാരണം UDF ഈ വിഷയത്തെ കാണുന്നത് ശബരിമല കൊള്ളയടിക്കപ്പെട്ടു എന്ന രീതിയിലാണ്. അത് വിശ്വാസികളാണ് ശബരിമലയിൽ പോകുന്നത് എന്നുകൊണ്ട് വിശ്വാസികളുമായി ബന്ധപ്പെട്ട് അവരുടെ സമര പരിപാടി നടക്കും. പക്ഷേ ഇവിടെ ഉത്തരം പറയേണ്ട CPM ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവരും ഈ UDFനൊപ്പം ചേർന്ന പോലാണ്. എല്ലാവരും ഇപ്പം ഒരേ സ്ഥാനത്താണ്. UDFും ഒരു സ്ഥാനത്ത്, CPMും ഒരു സ്ഥാനത്ത്, മന്ത്രിമാരും ഒരു സ്ഥാനത്ത്. എല്ലാവരും പറയുന്നത് ഒക്കെ അന്വേഷിക്കട്ടെ, ആരാ കുറ്റക്കാരെന്ന് കണ്ടെത്താം. ഇത് ആരാ പ്രതികളാരാ, പ്രതിസ്ഥാനത്ത് വന്നതാരാ, അതങ്ങ് മറക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഈ അവസാന കാലത്ത് ശ്രീമതി സ്മൃതി, നമ്മൾ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വിവാദത്തിലൊക്കെ CPM ഉണ്ട്. ഇപ്പൊ ഇത് ഇപ്പോൾ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് CPMനെ കുറ്റപ്പെടുത്താം. പക്ഷേ UDF കാലത്തേക്ക് കൂടി പോയാൽ 2019 മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അവിടെയും തെളിയുമെന്ന് പറയുന്നു. ചില വാദത്തിനായി നേരത്തെ വന്നിരുന്ന CPM പ്രതിനിധികൾ അപ്പോഴത്തെ ഈ പാത്രം വാങ്ങൽ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മുൻ മന്ത്രിയുടെ സഹോദരന്റെ അഴിമതിയിലെ പങ്കുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്നുണ്ട്. പാത്രവും സ്വർണവും തമ്മിൽ താരതമ്യമില്ലെങ്കിലും സ്വർണത്തിലേക്ക് കൂടി കടന്നാൽ ചിലപ്പോൾ വേറെയും കിട്ടിയാലോ? അല്ല, പാത്രവും സ്വർണ്ണവും ഒക്കെ താരതമ്യം ഉണ്ടെന്നേ. കാരണം പാത്രം സ്വർണ്ണമല്ല എന്നുള്ളത് കൊണ്ട് കക്കാൻ പാടില്ല, മറ്റേ അഴിമതി നിർത്താൻ പാടില്ലെന്നുണ്ട് ഇല്ലല്ലോ. അപ്പം അത് രണ്ടാണെന്ന് ഞാൻ പറയാൻ കാണിച്ചാൽ, ഒന്ന് ഒരു ശബരിമലയിലത്തെ മറ്റേ ഒരു ബിസിനസ് സംബന്ധമായ കാര്യമാണ്. ഇതല്ല, ഇത് ദേവൻ്റെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ശ്രീ മഹേഷിനൊക്കെ അറിയാമല്ലോ, ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ കവചം എടുത്തുകൊണ്ട് പോയി, കട്ടലേലത്തെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അതാണ് കാര്യം ഇവിടുത്തെ. അതല്ല മറ്റേതിപ്പോൾ ഒരുപാട് അഴിമതികൾ. ഇപ്പോൾ ഏലം അഴിമതി നമ്മളെന്താ പറയുക, ഞാൻ എന്താ പറയാത്തത്, LDFൻ്റെ കാലത്തുണ്ട് അത് ഏലം അഴിമതി. അരവണ പായസം നശിപ്പിക്കാനായിട്ട്, അത് ആ കൊള്ളരുതാത്ത ഏലമോ എന്തോ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി അരവണ പായസം നശിപ്പിക്കാനായിട്ട് ടെൻഡർ വിളിച്ചപ്പോൾ ഒരു കൂട്ടർ 2 കോടി എങ്ങാണ്ട് പറഞ്ഞു, ഒരു കൂട്ടർ 85 ലക്ഷം പറഞ്ഞു. 85 ലക്ഷംകാരനെ ഒഴിവാക്കിയെന്നാണ് ഒരു ആരോപണം. അതൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ. കാരണം ഇത് സ്വർണ്ണം എന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ തിരുവാഭരണം നല്ലത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു തിരുവാഭരണത്തിൻ്റെ ശൈലിയാണത്. കാരണം ശബരിമലത്തെ ദ്വാരപാലകരുടെ തിരുവാഭരണം എന്ന് പറഞ്ഞാൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. അപ്പം തിരുവാഭരണ സമാനമായ കാര്യങ്ങളാണ് മോഷ്ടിച്ചിട്ടുള്ളത്. അത് നിസ്സാര കാര്യമല്ല. അപ്പം അവിടെ നമ്മളിപ്പോൾ പറഞ്ഞു വരുമ്പോൾ എന്ന് വെച്ചാൽ ഈ CPM, ഞാൻ പറഞ്ഞത് പൂർത്തിയായിക്കോട്ടെ, ഇപ്പോൾ ആറന്മുള മറ്റേ അഷ്ടമിരോഹിണി നാളിൽ അവിടെ വള്ളം സദ്യ നടത്തി. ആ വള്ളസദ്യയിലെ ആചാരലംഘനം നടന്നു എന്ന് പറഞ്ഞു, മന്ത്രി പങ്കെടുത്തു. ഞാൻ അതിലൂടെ മന്ത്രിയെ കുറ്റം പറയില്ല കേട്ടോ. കാരണം നമുക്ക് അറിയാത്തൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം ആ ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത് കേൾക്കേണ്ടി വരും. മന്ത്രി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ദേവന് കൊടുത്തിട്ടാണോ എനിക്ക് തരുന്നതെന്ന് മന്ത്രി ചോദിക്കണമെന്നില്ലല്ലോ. അതിന്റെ ആചാരം മന്ത്രിക്ക് അറിയണമെന്നുമില്ല. അതെ അപ്പോൾ അതൊക്കെ വേറെ വിഷയം. കാരണം പക്ഷെ അപ്പോൾ ആലോചിക്കേണ്ട കാര്യം, ഈ അറിയാത്ത കാര്യത്തൊക്കെ ഞങ്ങളിത് തലയെ വെക്കണമെന്നുള്ള ഒരു കാര്യമുണ്ട്. കടന്നപ്പള്ളി രാമചന്ദ്രനോ വല്ലതും കൊടുത്താൽ മതിയായിരുന്നു, അതുപോട്ടെ, വേറെ വിഷയം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ആചാരലംഘനം അറിയില്ലെങ്കിൽ പോലും ഇന്ന് മന്ത്രി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ് എനിക്ക് രസമായിട്ട് തോന്നിയത്. കാരണം അത് അഷ്ടമരോഹിണി നാളിൽ നടന്ന കാര്യം അത് മന്ത്രി പറയുന്നില്ല, ഞാനതിൽ ആ വിശ്വാസം കാണുന്നില്ല. കാരണം അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിയണമെന്നില്ല. പക്ഷേ അതിന് ശേഷം തന്ത്രിക്ക് കത്ത് കൊടുത്തതാരാ? ദേവസ്വം ബോർഡാണ്. അപ്പോൾ ആ ദേവസ്വം ബോർഡ് കത്ത് കൊടുത്തത് മന്ത്രി ഇപ്പോൾ പറഞ്ഞാൽ അതൊരു ആസൂത്രണമാണോ എന്നാണ് പറയുന്നത്. കാരണം ദേവസ്വം ബോർഡ് കത്ത് കൊടുത്തിട്ടുണ്ടാവുക എനിക്ക് തോന്നുന്നത് പേടിച്ചിട്ടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ആചാരലംഘനം നടത്തി ഒളിച്ചു വെച്ചു എന്നുള്ള പരാതി ഉണ്ടാച്ചിട്ട് കൊടുത്തിട്ടായിരിക്കാം. ആ ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥർ കൊടുത്ത കത്താണത്. ദേവസ്വം ബോർഡ് ഭരിക്കുന്നതാരാ? CPM. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്? CPM ഭരിക്കുന്ന ദേവസ്വം, CPM ഭരിക്കുന്ന ബോർഡ്, ആ ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിട്ട് പറയാം അതെന്തോ ഗൂഢാലോചനയാണെന്ന്. എന്നിട്ട് അതിന് UDFനെ കൂട്ടിയടക്കുക. ഇവർക്കൊരു പ്രശ്നം എന്താ അറിയോ സ്മൃതി? കാരണം ഈ മനസ്സിൽ ഭരണം എന്നുള്ള ഇന്നുകൂടി സജി ചെറിയത് പറയുമ്പോഴും പറഞ്ഞു ഭരണം. അത് ഈ ഭരണം എന്നുള്ള അങ്ങ് വിടൂ. ഭരണം എന്നുള്ള വെട്ടുകളാണ്. അപ്പോൾ ഒരു സമാധാനം കിട്ടും, മനസ്സമാധാനം കിട്ടും. ഇപ്പം എന്താ വെച്ചാൽ ഈ ശബരിമല സ്വർണ്ണമൊക്കെ മോഷണം പോകുമ്പോൾ ഭരണം കിട്ടുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ വേവലാതി പൂണ്ടിരിക്കുക. അതുകൊണ്ടാണ് CPM പ്രതിനിധികൾ ചർച്ചയ്ക്ക് വരാത്തത്. അവർ ചർച്ചയ്ക്ക് ഒന്ന് കാര്യം പറഞ്ഞുകൂടെ? സജി ചെറിയാൻ പറഞ്ഞ പോലെ, അല്ല വാസവൻ പറയുന്ന പോലെ പറഞ്ഞുകൂടെ? 5 ആഴ്ച കാത്തിരിക്കൂ. അതുപോലെ ഈ പാത്രത്തിൻ്റെ കാര്യം പറയാമല്ലോ, അതുപോലെ ഇപ്പോൾ ജയേന്ദ്രൻ പറഞ്ഞ കാര്യം പറയാമല്ലോ. അപ്പോൾ അവർക്ക് പറ്റാത്തെന്താ വെച്ചാൽ താത്വികമായിട്ട് അവർക്ക് വീഴ്ച വന്നു, പ്രായോഗികമായിട്ട് വീഴ്ച വന്നു. പ്രതിരോധിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മൗനമാണ് ഏറ്റവും നല്ലത്. ശരി, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദേവസ്വം വിജിലൻസിന്റെ 2ാമത്തെ റിപ്പോർട്ട്, അതേക്കുറിച്ച് എന്താണ് BJPക്ക് പറയാനുള്ളത്? ശബരിമല അയ്യപ്പസ്വാമിയുടെ സ്വർണവും സ്വത്തും ഒക്കെ കളവ് പോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സാധാരണ എവിടെയെങ്കിലും ഒരു മോഷണം നടന്നാൽ എത്രയാണ് മോഷണം നടന്നത്, എത്രയാണ് നഷ്ടപ്പെട്ടത്,
ഇങ്ങനെയൊരു കണക്കുണ്ടാവാറുണ്ട്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത്രയും ദിവസമായി എത്രയെത്ര റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു, ഇപ്പോഴും തിട്ടമില്ല. എത്ര സ്വർണ്ണമാണ് പോയത്, എത്ര അയ്യപ്പസ്വാമിയുടെ എത്ര സ്വത്താ പോയതെന്ന് പറയാൻ, കൃത്യമായി പറയാൻ ഇപ്പോഴും ദേവസ്വം ബോർഡിന് സാധിക്കുന്നില്ല. ഇതാണ് ഈ പ്രശ്നത്തിലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം. അതാണ് ഇപ്പം തന്നെ രണ്ടാമതൊരു റിപ്പോർട്ട്. എന്തേ ആദ്യത്തെ റിപ്പോർട്ടിൽ ഇതൊന്നും പ്രതിഫലിച്ചില്ല? അതിനുള്ള കാരണം വളരെ വ്യക്തമാണ്. കട്ടത് ദേവസ്വം ബോർഡാണെന്നേ. കട്ടത് ദേവസ്വം ബോർഡാകുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് റിപ്പോർട്ടിൽ എങ്ങനെ എല്ലാവരെയും അവർക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും? ഇപ്പം രണ്ടാമത് റിപ്പോർട്ട് വരുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നു, SIT ഉണ്ടായിരിക്കുന്നു, SITയുടെ അന്വേഷണം നടക്കുന്നു. നിവൃത്തിയില്ലാതെ രണ്ടാമത്തെ റിപ്പോർട്ട് കൊടുത്തിരിക്കുക. ഒരു കാര്യം സ്മൃതി വളരെ കൃത്യമാണ്. രണ്ടാമത്തെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അയ്യപ്പസ്വാമിയുടെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികൾക്ക് ആശങ്ക കൂടിയതല്ലാതെ ആശങ്ക കുറയുന്നില്ല. കാരണം ഭീകരമാകുകയാണ് ഈ സ്ഥിതിവിശേഷം. കട്ടുപോയ സ്വർണത്തിന് കണക്കില്ല. കൊണ്ടുപോയ കട്ടിളയ്ക്ക് തൂക്കമുണ്ട്, മത്സരമുണ്ട്. തിരിച്ചവിടെ കൊണ്ടുവന്ന് ഈ കട്ടിള വെക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇന്നത്തെ ടാഗ് ലൈൻ തന്നെ അതാണല്ലോ, കട്ടിളയും പോയെന്ന്. കട്ടിളയല്ല, അതിനപ്പുറത്ത് കട്ടിള കഴിഞ്ഞാൽ കടന്നു ചെല്ലുന്നത് അയ്യപ്പസ്വാമിയുടെ വിഗ്രഹമാണ്. പലരും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതിനകം. തിരിച്ചു വന്ന കട്ടിളയുടെ തൂക്കം രേഖപ്പെടുത്തിയിട്ടില്ല, അതിൻ്റെ മഹസറില്ല എന്ന് പറയുമ്പോൾ എവിടെ ചെന്നെത്തി നിൽക്കുന്നു ശബരിമലയിലെ അഡ്മിനിസ്ട്രേഷനും ഭരണമൊക്കെ തന്നെ. ഞങ്ങൾ അതുകൊണ്ടാണ് വളരെ തുടക്കത്തിൽ തൊട്ട ഒരു കാര്യം പറഞ്ഞത്. ഇവിടെ ബഹുമാന്യനായ കോൺഗ്രസിൻ്റെ സഹയാത്രികനൊക്കെ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ജയചന്ദ്ര സാറാണെങ്കിൽ എനിക്ക് തോന്നുന്നു മനോഹര പണിക്കർ ശില്പിയായിട്ടുള്ള അദ്ദേഹത്തെക്കാൾ വലിയ വൈദഗ്ധ്യത്തോടു കൂടിയാണ് സ്വർണം പൂശലിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത്. സാറ് ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് 88-89 ഈ സാധനം വിജയമല്യയുടെ സ്വർണം 30 കിലോ സ്വർണം ഉപയോഗിച്ചിട്ട് അത് മുഴുവൻ സ്വർണം പൂശിയപ്പോഴും അതിനുശേഷവും 2018-19 അതിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയോ പരിഹാരക്രിയകളോ അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള റിനോവേഷൻ നടത്തിയതിന് ശേഷവും ഇവരെല്ലാം ഒരു ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. 40 വർഷത്തെ ഗ്യാരണ്ടിയാണ് കൊടുത്തത്. ഈ 40 വർഷത്തെ ഗ്യാരണ്ടിയുള്ള ഈ സംഭവം, ഈ സാധനം, ഇത് അതിനു മുമ്പ് കളറ് പോയി അത് വെളുത്തിട്ടുണ്ടെങ്കിൽ, ചെമ്പായിട്ടുണ്ടെങ്കിൽ ഇത് അന്വേഷിക്കാനുള്ളൊരു ബാധ്യത ദേവസ്വം ബോർഡിൻ്റെ, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നില്ലേ? ഇപ്പം 40 വർഷത്തെ ഗ്യാരണ്ടിയുള്ള ഈ സാധനം 2018-19 ശേഷം ഒരിക്കൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. പിന്നീട് 2025 വീണ്ടും കൊണ്ടുപോകുമ്പോഴും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റൊക്കെ എന്താ പറയുന്നത്? വളരെ കൃത്യമായിരുന്നു. 2018-19 മഹസർ എഴുതിയത് ഇതേ അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് മുരാരി ബാബുവാണ് മഹസർ എഴുതിയത്. അന്ന് ഇത് കൊണ്ടുപോയത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയ. 2025 ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ കാലത്തും മഹസർ എഴുതി ഈ സാധനം ഇപ്പോൾ പുറത്ത് കൊണ്ടുപോയിരിക്കുന്നത് ഇതേ മുരാരി ബാബു തന്നെയാണ് മഹസർ എഴുതിയിരിക്കുന്നത്. ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കൊണ്ടുപോയിരിക്കുന്നത്. എന്ത് വ്യത്യാസമാണ് ഉള്ളത്? ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഇതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് ഈ പറയുന്നത്? ഇത് കേവലം 2018-19 തൊട്ട് 2020-25 തൊട്ടുള്ള വരെയുള്ള പ്രശ്നമല്ല സ്മൃതി. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് അതുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളൊക്കെ തന്നെ സംഭാഷണത്തിനിടയ്ക്ക് ചർച്ചക്കിടയ്ക്ക് സൂചിപ്പിച്ചു, UDFൻ്റെ കാലത്തുൾപ്പെടെ ഈ മോഷണമാണെന്ന് അവിടെ നടക്കുന്നത്. അവിടെ മോഷണം നടത്താനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഇത് മനസ്സിലാക്കിയ കോടതിയാണ് UDFൻ്റെയും LDFൻ്റെയും ദേവസ്വം ബോർഡുകളുടെ ഭരണം കണ്ട് മടുത്തിട്ടാണ് സ്പെഷ്യൽ ഓഫീസറായിട്ട് ഒരു ജില്ലാ ജഡ്ജിയെ ഇടയ്ക്ക് നിയമിക്കേണ്ടി വന്നത്. അത്ര ജില്ലാ ജഡ്ജിയുടെ സർവൈലൻസിലുള്ള നിരീക്ഷണത്തിലുള്ള ക്ഷേത്രത്തിലാണ് ഈ കൊള്ളയും നടക്കുന്നത് ഇപ്പോഴും. അപ്പോൾ UDF ആയാലും LDF ആയാലും കാലാകാലങ്ങളിൽ ശബരിമലയിൽ അയ്യപ്പൻ്റെ പണം മോട്ടിച്ചുകൊണ്ട് പോയ ദേവസ്വം ബോർഡ് നേതാക്കളാണെന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത്? ഒരു വിജിലൻസ് അന്വേഷണം ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നില്ലേ? UDFൻ്റെ ശ്രീ ശിവകുമാർ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അനിയൻ ജയകുമാർ മോട്ടിച്ച 1,74 ലക്ഷം രൂപയുടെ വിജിലൻസ് അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ശ്രീകുമാർ സാറൊക്കെ വളരെ എന്താ പറയുക, എത്ര സ്മൂത്തായിട്ട് അവർ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. സാറ് 2 മുന്നണികൾ ശബരിമലയിൽ മോഷണമാണ് കലയാക്കിയവരാ. അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടെന്നേ. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, അവിടെ ഉള്ള സ്വർണത്തിന് കണക്കില്ലെന്നേ. ആരുടെ കയ്യിൽ കണക്കുണ്ടെന്നേ ഈ പറയുന്നത്? ഇപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കട്ടിളയിലെ സ്വർണവും ദ്വാരപാലകന്മാരുടെ സ്വർണം മാത്രമേ ഉള്ളൂ. വിജയമല്യ 88-89 അവിടെ 30 കിലോ സ്വർണ്ണം പൂശിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ 30 കിലോ സ്വർണ്ണം അവിടെ മേൽക്കൂര ഉൾപ്പെടെ ശബരിമലയുടെ ചുറ്റുപാടുമുള്ള തൂണുകളിലും ഒക്കെ ഈ സാധനമുണ്ട്. ഇതിൽ ഏതൊക്കെ തൂണ് ഏതൊക്കെ കാലത്ത് ഏതൊക്കെ പോറ്റിമാർ ഇളക്കിക്കൊണ്ടുപോയെന്നുള്ളതിന് വല്ല ബോധ്യവും ബോർഡിനുണ്ടോ? ഈ ബോർഡ് കൊണ്ടുപോയതിന് കൃത്യമായിട്ട് ഈ വിഷയം തുടങ്ങിയപ്പോൾ എന്തായിരുന്നു പത്മകുമാറിനെ പോലുള്ള ബോർഡ് മെമ്പർമാർ പറഞ്ഞത്? അത് ഞാൻ ഉത്തരവാദിയല്ല, കാരണം അത് തിരുവാഭരണം കമ്മീഷനാണ് ഉത്തരവാദി എന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ രണ്ടാമത്തെ വിജിലൻസ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നു, ബോർഡിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഈ സാധനം പുറത്തു പോയിരിക്കുന്നത്. ബോർഡാണ് ആദ്യം ഇതിനെ ചെമ്പാക്കിയത്. മനസ്സിലായില്ലേ?
ഇതുപോലെ ഇതിനു മുമ്പ് എത്രയോ വട്ടം ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ശബരിമല നടന്നിട്ടുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞ 30 കൊല്ലത്തെ അന്വേഷണം നടത്തണം. SITയുടെ അന്വേഷണം ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ SIT അന്വേഷിക്കുന്നത് കേവലം 4 കിലോ സ്വർണം പോയ ദ്വാരപാലകന്മാരുടെ പാളിയും തൊട്ട് ഈ പറയുന്ന കട്ടിളയോ അല്ലെങ്കിൽ ശ്രീകോവിലിൻ്റെ വാതിലിലെ നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ മാത്രം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബാക്കി സ്വർണം അവിടെ ഉണ്ടെന്നുള്ളതിന് ആർക്കെന്താ ഉറപ്പ്? ഇവിടെ ഇടത് സഹയാത്രം വളരെ സാങ്കേതികമായിട്ട് പറയുന്നു, ഈ എന്താ പറയുക, ഇപ്പോൾ അവിടെ പെരിയാർ ടൈഗർ പ്രോജക്റ്റിൻ്റെ ഏരിയ ആയതുകൊണ്ട് ഈ എന്താ പറയുക ഇലക്ട്രോപ്ലേറ്റിങ് അവിടെ വെച്ച് നടത്താൻ സാധിക്കില്ല, അത് സാധിക്കില്ല, സ്വർണം പൂശാൻ സാധിക്കില്ല. സാർ 88-89 ഈ 33 കിലോ സ്വർണം കൊണ്ട് ശ്രീകോവിലിൻ്റെ മേൽക്കൂര തൊട്ടിങ് താഴെ വരെ സ്വർണം പൂശിയത് ഇതേ സ്ഥലത്ത് വെച്ചിട്ടാണ് സാർ. നിങ്ങൾ എന്ത് സാങ്കേതികത്വം പറഞ്ഞിട്ടാണ് ആരെയാണ് ഈ പറ്റിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതെന്ന്? എന്തുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ തീവ്രവാദികളായിട്ടുള്ള എത്രയോ പേരെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഞാൻ പല ചാനലിലും ഞാനും ചർച്ചയിലുണ്ടായിരുന്ന ആളാണ്, അവരെയൊന്നും ഇന്നിപ്പോൾ കാണുന്നില്ലല്ലോ. ഇപ്പം ജയചന്ദ്ര സാറിനെ പോലുള്ളവർ സത്യത്തിൽ വളരെ ബുദ്ധിമുട്ടുകയാണ് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി. നിങ്ങൾ ഏത് സാങ്കേതികത്വം പറഞ്ഞാലും അയ്യപ്പൻ്റെ സ്വർണം പോയി എന്നുള്ളതൊരു സത്യമാണെങ്കിൽ ആ സ്വർണം മോഷണം അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയത് അല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇതിനകം പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടെ ഞാൻ പറയാം. നമുക്കറിയാം ഈ വിഷയം വന്നതിന് ശേഷം 2 സ്റ്റേറ്റ്മെൻറ്റുകൾ. ഒന്ന്, നേരത്തെ ഒരു IPS ഉദ്യോഗസ്ഥൻ V. ഗോപാലകൃഷ്ണൻ, ദേവസ്വം മുൻ ചീഫ് വിജിലൻസ് ഓഫീസറാണ്. അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഏറെക്കാലമായി ശബരിമല നടക്കുന്ന മോഷണങ്ങൾക്കുള്ള സാധ്യത, അത് അവിടുത്തെ ഇപ്പോൾ പ്രിവെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പം നിലനിൽക്കുന്ന ഈ സാഹചര്യം ഏത് തരത്തിലുള്ള മോഷണത്തിനും കളമൊരുക്കുന്നതാണ് എന്നൊരു വിജിലൻസ് ഓഫീസർ, ശബരിമല വിജിലൻസ് ഓഫീസർ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നൊരു സാഹചര്യം. മുൻ ദേവസ്വം ബോർഡ് പത്മകുമാർ എന്താ സാർ പറഞ്ഞത്? അദ്ദേഹം അഡ്മിറ്റ് ചെയ്തില്ലേ മോഷണം നടന്നെന്ന്? അഡ്മിറ്റ് ചെയ്തതിൻ്റെ ജാള്യതയിലാണ് അദ്ദേഹം പറഞ്ഞത് ഞാനും പെട്ടു. കാരണം എന്നറിയോ, എനിക്ക് ദൈവതുല്യമായി ഞാൻ കണ്ട ചിലർ, ഈ ദൈവതുല്യരായിട്ടുള്ള അല്ലെങ്കിൽ കാരണഭൂതന്മാർ ആരാണെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ പുറത്തു വരട്ടെ. അത് എന്താണ് BJP ഉദ്ദേശിക്കുന്നത്? അതാണ് അങ്ങനെ ഒരു സംശയത്തിന്റെ മുനയിട്ടുകൊണ്ടാണ് അന്ന് പത്മകുമാർ ഒരു പ്രതികരണം നടത്തിയത്. പിന്നീട് അതിൽ നിന്ന് മുന്നോട്ട് പോയതുമില്ല. തന്ത്രിയാണോ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്? അല്ല, തന്ത്രിയാണോ എന്നുള്ളത് ആരായാലും ഞാൻ പറയുന്നത് ഇത് കേവലം ഇപ്പം പത്മകുമാർ പറഞ്ഞൊരു വിഷയത്തിൻ്റെ ആ ഒരു മെറിറ്റ് മാത്രം, ആ ഒരു വിഷയം മാത്രമല്ല ഞാൻ പറയുന്നത്. ശബരിമലയിൽ ഈ തരത്തിലുള്ള വലിയ മോഷണങ്ങൾക്കുള്ള സാധ്യത കാലാകാലങ്ങളായി വന്ന 2 മുന്നണികളും കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നേ. അതുകൊണ്ടാണ് ശ്രീ ശിവകുമാറിൻ്റെ കേസായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കേസുകളൊക്കെ ചില കേസുകൾ മാത്രമേ ഇത് പുറത്തു വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതൊരു മഞ്ഞുമലയുടെ അറ്റം എന്നൊക്കെ നമ്മൾ പറയുന്നത് വെറുതെ എന്താ പറയുക ഒരു ഭംഗിവാക്ക് പറയുന്നത്. ഇത് ശബരിമലയെ സംബന്ധിച്ചോളം ഇതൊരു യാഥാർത്ഥ്യമാണ്. കാരണം വരുന്ന മുതലിന് കണക്കില്ല. ദേവസ്വം ബോർഡിൻ്റെ ഏതെങ്കിലും അംഗങ്ങൾ കൃത്യമായി കണക്ക് വെക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? ഇതില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, ഏതായാലും കൊണ്ടുപോകുന്നതിന് കണക്കെടുപ്പ് കോടതി നിയോഗിച്ച റിട്ടയേർഡ് ജഡ്ജി തന്നെ നടത്തുകയാണല്ലോ. നമുക്ക് നോക്കാം. ആ കണക്കെടുപ്പ് നടക്കുന്നു. പക്ഷേ ഭക്തർ അവിടെ കൊടുത്ത സ്വർണം എവിടെ? അതായത് ഈ പൂശാനായി സ്വർണം പതിപ്പിക്കാനായി കൊടുത്ത സ്വർണം എവിടെ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ശ്രീ മഹേഷ് പണിക്കർ, ഇപ്പോൾ ഭക്തർ കൊടുത്ത സ്വർണം എവിടെ എന്നുള്ളതാണല്ലോ ചോദ്യം. മല്യ കൊടുത്ത 30 കിലോ സ്വർണം, അതായത് 100 പവൻ സ്വർണം, അതെവിടെ എന്ന ചോദ്യം പോകുമ്പോൾ അതവിടെ നിന്ന് പോയി എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം ഇപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊടുത്ത സ്വർണമല്ല തിരിച്ചെത്തിയത് എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു. അളവിലും വ്യത്യാസമാണ്, പല തവണയായി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ സ്വർണം പോയി എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരുപാട് നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇവരിപ്പം എല്ലാം ഇവരാദ്യം ഒരു കഥകാണ് കൊണ്ടുവരുന്നത്. ആ കഥ വലിയ ഘോഷയാത്രയായിട്ട് നമ്മുടെ സിനിമാ നടന്മാരൊക്കെ ഉണ്ട് ആ ഘോഷയാത്ര വരാനായിട്ട് പല വിഷ്വൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കഥ കൊണ്ട് ഫിറ്റ് ചെയ്തിട്ട് പഴയ കഥകിന്റെ പാളി ഏകദേശം 2.5 കിലോളം തങ്കമുള്ള ആ പാളി അതിപ്പം ദേവസ്വം ബോർഡ് ഓഫീസിലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ പാളിയില്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ആകാനുള്ള സാധ്യത. അത് മാറ്റിയിട്ട് അത് അവിടെ ഒരെണ്ണമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കഥക് ഫിറ്റ് ചെയ്ത് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇവർ കട്ടളയോടെ എടുക്കുകയാണ്. അതിന് പറയുന്ന കാരണം ആ നിറത്തിനനുസരിച്ച് ഈ നിറം മാച്ചാകുന്നില്ല. തനി തങ്കത്തിന് പകരം മറ്റേ കാലിന് വേണ്ടി ചെരുപ്പുണ്ടാക്കുന്നതും ചെരുപ്പിന് വേണ്ടി കാല് മാറ്റുന്നതും പോലത്തെ പരിപാടിയാണിത്. അതിനുവേണ്ടി കട്ടളയുടെ പാളി മാറ്റുന്നു. അതിനകത്ത് ഇത്രയുണ്ട് കിലോ, 2.5 കിലോളം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് താഴത്തെ വേദിക, നമ്മുടെ ഇതിന്റെ ശില്പങ്ങളുടെ താഴത്തെ വേദികയും അതിന്റെ താങ്ങുപീഠവും അത് 4.5 കിലോ ഉണ്ട്. അത് അപ്പം അതിന്റെ 2 വശത്തെ തൂണുകൾ അത് അടുത്ത സെക്ഷനിൽ മാറ്റണം. അങ്ങനെ 3-4 സെക്ഷനിലായിട്ട് ഒരു ദിവസം നടന്നൊരു കള്ളമല്ല. ഒരു ദിവസം എന്തെങ്കിലും ഒരു മാലയോ അല്ലെങ്കിൽ ഒരു ആഭരണമോ എന്തെങ്കിലുമൊക്കെ സാധനം ഒരു മോഷണം പോകുന്നതല്ല. തുടർച്ചയായിട്ട് നിരന്തരമായിട്ട് ഇത് തന്നെ നടക്കുന്നത്. അതിന്റെ ഫ്രണ്ടിലെ വഞ്ചിയുണ്ട്. വഞ്ചിയൊക്കെ ഇനി പരിശോധിക്കണം. വഞ്ചിക്കത്തടം കണ്ട 2 കിലോ ഉണ്ട് ഫ്രണ്ടിൽ ഇരിക്കുന്ന വഞ്ചി. അതിന്റെ മേളത്തെ ആ ഒരു എന്താ പറയാ ഈ തമ്മി കണക്ട് ചെയ്യുന്ന ഒരു പാത്തിയുണ്ട്. ആ പാത്തി അതും പൂശിയിട്ടുണ്ട് 1.5 കിലോളം.
അപ്പം ഇതൊക്കെ മല്ലിയുടെ സ്വർണം കൊണ്ടായിരുന്നു. ഇവർക്ക് കിട്ടി. അതായത് ഇത് സ്വർണം പോലെ ക്ലാഡിംഗ് ആയിരുന്നു അല്ലേ? അതും മേളത്തെ അല്ല, ഇത് സ്വർണം വിജയമല്യ പൂശേന്റെ ലിസ്റ്റാണ്. ഞാൻ ഇതിനകത്തുള്ള ലിസ്റ്റുകളാണ്. ഇങ്ങനത്തെ രീതിയിലാണ് ഈ 30 കിലോ അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്. 15 കിലോ മുകളിൽ ഈ സൈഡിലത്തെ വേദിക താങ്ങുപീഠം കൂടെ 4.5 കിലോ, തൂണുൾപ്പെടെ മറ്റേ സൈഡിലുള്ള ഘനദ്വാരങ്ങൾ മറ്റെല്ലാം കൂടെ 2-2.5 കിലോ, കട്ടളയ്ക്ക് 2 കിലോ, മറ്റേ കഥകിന്റെ ഇത്ര, അങ്ങനെ ഓരോന്നിനും സ്പെസിഫൈ ചെയ്ത് വിജയമല്യ ചെയ്തതിന്റെ ലിസ്റ്റ് ഇപ്പൊ ഈ പറയുന്ന റിപ്പോർട്ടിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. അപ്പം ഇത്രയും ഈ ചുറ്റുമുള്ള ശ്രീകോലിന് ചുറ്റുമുള്ള കംപ്ലീറ്റ് സാധനം ഇവർ മാറ്റി പ്ലേറ്റിംഗ് ആക്കിയിട്ടുണ്ട്. ഈ പ്ലേറ്റിങ്ങിന്റെ മെത്തേഡിന് വളരെ കുറച്ച് മതി. ഇതിനൊട്ടും പൈസ ആവശ്യമില്ല. ഇവർ ഓരോ കാരണം പറഞ്ഞ് ഓരോ കാലത്ത് ഇത് കേടാക്കും, ഇത് റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോകും. എന്നിട്ട് അതിനകത്തെ ഒറിജിനൽ സ്വർണം മാറുന്നു, വേറെ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നു. എന്നിട്ട് ഈ ഒറിജിനലായിട്ട് മാറ്റി വെക്കുന്ന സ്വർണത്തിന് പകരം പല വിശ്വാസ ആൾക്കാരെ കണ്ട് അവർക്കും കൊടുക്കുന്നു, പറ്റുന്നവർക്ക് അവർക്കും കൊടുക്കുന്നു, അങ്ങനെയും കാശുണ്ടാക്കുന്നു, അല്ലെ അവരെയും പറ്റിക്കുന്നു. അപ്പം ഇതൊരു നിരന്തരമായ കൊള്ളയാണ്. ഇപ്പൊ കൊള്ള ഒരു ദിവസം നടന്നു നമുക്ക് മനസ്സിലാക്കാം, അതിനൊരു ക്രൈം എന്തെങ്കിലും ഒരു ഇതുണ്ട്. പക്ഷെ നിരന്തരമായിട്ട് ഈ കൊള്ള വരുമ്പോൾ അവിടെ ആരാണ് നിരന്തരമായിട്ടുള്ളത്? ഇപ്പം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മാറി മാറി വരും, ഗവൺമെന്റുകൾ മാറി മാറി 4 ഗവൺമെന്റുകൾ വന്നിട്ടുണ്ട്, മന്ത്രിമാർ മാറി മാറി വരും, മേൽശാന്തിമാരെ നറുക്കിട്ട് എടുക്കുന്നത്. പക്ഷെ നിരന്തരമായിട്ട് ചില ആൾക്കാരുണ്ട്, ചില ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പ് ഒരിക്കലും മാറുന്നില്ല. അവരുടെ അറിവില്ലാതെ ഇത്ര തുടർച്ചയായ കള്ള ചെയ്യാൻ പറ്റത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ ദിവസവും കാണുന്നല്ലേ, അവരെല്ലാ ദിവസവും കാണുന്നല്ലോ. ഒരെണ്ണത്തിന്റെ കളർ മാറുമ്പോൾ അറിയാമല്ലോ. അപ്പൊ എന്തുകൊണ്ട് കളർ മാറിയെന്നറിയാമല്ലോ. ഇതിനിടയ്ക്ക് ചെമ്പ് തെളിഞ്ഞ പല വിഷയങ്ങളും വന്നിട്ടുണ്ട്. അതായത് ഇവര് 2019 കൊണ്ടുവച്ച സാധനം ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ താഴത്തെ ചെമ്പ് തെളിഞ്ഞു. അതുകൊണ്ടാണല്ലോ ഇവർ രണ്ടാമത് അതൊന്ന് താങ്ങുപീഠം മാറ്റാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്നത്. അതിനകത്തും വളരെ ദുരൂഹമുണ്ട്. അതായത് 30/12 ഇവരതിന്റെ ആപ്ലിക്കേഷൻ ഇടുന്നത്. ഈ താങ്ങുപീഠം ഇവിടുന്ന് ഇളക്കി അതിന്റെ മോൾഡ് എടുത്ത് ഈ സാധനം മദ്രാസിൽ പോയി പുതിയ സാധനം ഉണ്ടാക്കി അതിനനുസരിച്ച് അതിനകത്ത് ഇതൊക്കെ പൂശി ഇത് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് 1-ാം തീയതിയാണ്, 2 ദിവസം കൊണ്ടാണ്. എങ്ങനെയാണ് ഒരു ഓർഡർ ഇറക്കി ഈ സാധനം ഇവിടെ ഒരാൾ വന്ന് ശബരിമല ഒരു ക്ഷേത്രത്തിൽ നിന്ന് മദ്രാസ് വരെ പോയി ഇത് പണിത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന 2 ദിവസം കൊണ്ട്? ചില സാധനങ്ങൾ കൊണ്ടുവരാൻ 39 ദിവസം, ചിലത് 2 ദിവസത്തിനകം കൊണ്ടുവരുന്നു. അപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു പീഠം കൊണ്ടുവയ്ക്കുകയായിരുന്നു അല്ലേ? 2 ദിവസം കൊണ്ട്. അപ്പം ഇത് അതെ തയ്യാറാക്കി വെച്ച് ഇതെല്ലാം തിരക്കഥകളാണ്. ഈ തിരക്കഥകൾ ഒരുപാട് തിരക്കഥകളുണ്ട്. ഈ തിരക്കഥകളെല്ലാം പൊളിയണം. ഇതുപോലത്തെ സംഭവങ്ങളൊന്നും പാടില്ല. കാര്യം എല്ലാവരും ആർക്കും ഇതിന്റെ ഡീറ്റെയിലോട്ട് മനസ്സിലാകുന്നില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. മൊത്തം അടിച്ചുമാറ്റി സംഭവമാണ്. ഇത് ക്ലിയർ ചെയ്യണം. രാവിലെ ബ്രേക്കിംഗ് ന്യൂസിൽ പ്രതികരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഈ സ്വർണ്ണപ്പാളി എടുക്കാൻ നിശ്ചയിച്ച ദിവസത്തിനും ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ കക്കുന്നവർക്കും വിശ്വാസമുണ്ട്, വിശ്വാസവുമായി ബന്ധപ്പെട്ട് ദേവനെ പറ്റിക്കാൻ പറ്റിയ ദിവസം തിരഞ്ഞെടുത്തു എന്നാണോ? അതെ അതെ, ദേവൻ ഒരു ബലക്ഷയം ഉണ്ടാകും. ബലക്ഷയം എന്നല്ല പറയുക, അതൊരു ആ സമയത്ത് നമ്മൾ ക്ഷേത്രങ്ങളെല്ലാം അടയ്ക്കും. സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം ഹിന്ദു മിത്തോളജിയിൽ വളരെ പ്രധാനപ്പെട്ടാണ്. അത് സാധാരണ ഒരു എന്താ പറയുക, ഒരു പൂജാരിക്കോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് ഒരു ബേസിക് അറിവുള്ള ആൾക്കാർക്ക്, ഒരു ഹിന്ദുവിനൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അത് ഇത്രയും മഹാതന്ത്രിമാർക്കൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതമാണ്. എന്തുകൊണ്ട് ഇവർ ആ സമയത്ത് എടുക്കാൻ സംഭവിക്കുന്നു? 2019 ഇത് തന്നെ മറ്റേ ആദ്യം എടുക്കുന്നതും അന്ന് 16-ാം തീയതി 17-ാം തീയതി ചന്ദ്രഗ്രഹണമാണ്. ഇപ്പൊ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ നോക്കിയാൽ ഇവർ ഇത് പിക്ക് ചെയ്തത്. ആ ദിവസങ്ങളൊക്കെ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ഇതിനകത്ത് എന്തോ ഒരു വായന, മറ്റെന്തോ സംഭവങ്ങൾക്ക് വേണ്ടിയൊക്കെ അയ്യപ്പ ചൈതന്യത്തിനെ ഇവർ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത്. ഈ ചന്ദ്രഗ്രഹണ ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ് സാധാരണഗതിയിൽ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് മറ്റ് ആചാരങ്ങൾ എങ്ങനെയാണ്? അങ്ങ് അതൊന്ന് വിശദീകരിക്കാമോ? ക്ഷേത്രങ്ങൾ നേരത്തെ അടയ്ക്കും. ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണം എന്നീ ആചാരങ്ങൾ ആ ദിവസങ്ങളുള്ള ദിവസം അന്ന് ക്ഷേത്രങ്ങൾ നേരത്തെ അടയ്ക്കും. ആ ഗ്രഹണ സമയത്ത് നമ്മൾ വീടുകളിൽ പോലും ഭക്ഷണം കഴിക്കരുതെന്നാണ് പറയുന്നത്. കാര്യം അങ്ങനെ ഒരു വിശ്വാസമാണ് ഹിന്ദു നമ്മുടെ ഇന്ത്യൻ മിത്തോളജിയിലുള്ള ഒരു കലാകാലങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് എല്ലായിടത്തും ഉണ്ട്. ഇപ്രാവശ്യവും സത്യം പറഞ്ഞാൽ ഈ 7-ാം തീയതി ശബരിമല ക്ഷേത്രവും ദേവസ്വം ബോർഡ് പ്രത്യേകം ഉത്തരവിറക്കി 8 മണിക്ക് നേരത്തെ അടച്ചു. സാധാരണ ശബരിമല ക്ഷേത്രത്തിൽ അങ്ങനെ പർപ്പസ്ഫുൾ ഉത്തരവ് വരുന്നതല്ല. പക്ഷെ ഇപ്രാവശ്യം പർപ്പസ്ഫുൾ ഉത്തരവ് വന്നിട്ട് ദേവസ്വം ബോർഡ് ക്ഷേത്രം നേരത്തെ അടച്ചിട്ട് ആ ദിവസം തന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവരെ ഇളക്കുന്നത്. ഇപ്പോഴും 7-ാം തീയതി ഇളക്കിയിരിക്കുന്നത് 25-ന്. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെപ്പോലുള്ളവർക്ക് അത് ഭയങ്കര വേദനയാണ്. കാര്യം ഇങ്ങനൊന്നും അവർക്ക് അല്ലാത്ത സമയത്ത് പകലും ഒക്കെ ചെയ്യാമല്ലോ. ഇത് ഇളക്കണമെങ്കിൽ പകലിളക്കി കൂടെ. തന്ത്രി അറിയാതെ അത് സംഭവിക്കില്ലല്ലോ എന്ന് കൂടി അതിന് അർത്ഥമുണ്ടല്ലോ. തന്ത്രിക്കും അത് അറിയേണ്ടതാണ്. ഇപ്പോൾ വള്ളസദ്യയുമായി ബന്ധപ്പെട്ട ആചാര ലംഘനം നടക്കുന്നു, അതിന് പരിഹാരക്രിയ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിലും ഗുരുതരമായ മറ്റൊരു വിഷയം ഇവിടെ നടന്നതിന്റെ വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത്. അപ്പോൾ തന്ത്രി എന്തുകൊണ്ട് ആ ദിവസം വേണ്ട എന്ന് പറഞ്ഞില്ല എന്ന ചോദ്യമാണോ അങ്ങിൽ നിന്ന് വരുന്നത്? അതെയാ, അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല. ഈ വക കാര്യങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് വിവരമില്ല. ഒന്നുകിൽ
അല്ലെങ്കിൽ അദ്ദേഹം ഇതിന്റെ എല്ലാം കൂട്ടാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഈ ഹൈന്ദവ ജനതയുടെ ഹൈന്ദവ ആചാരങ്ങളുടെ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ ഇങ്ങനത്തെ സംഭവം മേളിരിക്കുന്നതാണ്. ഇത് പ്രശ്നം വരുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ആ ഒരു ജസ്റ്റ് എല്ലാം പണത്തിന്റെ കണ്ണി മാത്രം കണ്ടു കഴിഞ്ഞാലുള്ള സംഭവമാണ്. അത് അങ്ങനത്തെ രീതിയിലല്ല. അവിടെ കാണേണ്ടത് വേറൊരു രീതിയിലാണ്. അവർ വൈദിക കർമ്മങ്ങളാണ് ഈ തന്ത്രി ചെയ്യുക. അതായത് അഗ്നിഹോത്രം, ബലിവേശ യജ്ഞങ്ങൾ, അങ്ങനെ യജ്ഞങ്ങളാണ് ചെയ്യുക. ഇവർ താന്ത്രിക പരിപാടി ചെയ്യുന്നത് മേൽശാന്തിമാരാണ്. 2 സെക്ഷനാണ്. എല്ലാ ഹിന്ദു ക്ഷേത്രത്തിലും 2 തരം ആചാര രീതിയാണ് പോകുന്നത്. അതായത് വൈദിക കർമ്മങ്ങൾ, വേദമന്ത്രങ്ങൾ ഉരുക്കഴിക്കുക, അഗ്നിഹോത്രം ചെയ്യുക, അങ്ങനെ ദേവചൈതന്യത്തെ ഇങ്ങനെ വർദ്ധിപ്പിക്കുക. അതാണ് അവരുടെ ഇത്. അത് സാധാരണ ക്ഷേത്രങ്ങളിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് വർഷത്തിൽ ഒരു ദിവസം കൊടിയേറ്റ് ഉത്സവം അങ്ങനത്തെ കാര്യങ്ങളിലേക്കുള്ളൂ തന്ത്രിയുടെ റോള്. ബാക്കി എല്ലാ ദിവസവും മേൽശാന്തിയാണ്. ശബരിമലയിൽ മാത്രം ഒരു പ്രത്യേക നിയമമുള്ളത് തന്ത്രിയും എല്ലാ ദിവസവും വേണമെന്നുള്ള ഒരു കണ്ടീഷൻ. അത് ഇവിടുത്തെ ക്ഷേത്രത്തിന് മാത്രം പ്രത്യേകതയാണ്. പക്ഷേ മേൽശാന്തിമാര് എല്ലാ പ്രാവശ്യവും നമുക്ക് ഇവിടെ നറുക്കിട്ടെടുക്കുകയും അത് മാറി 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 വരികയും ചെയ്യാണ്. അപ്പോൾ ഇവർക്കാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം. ഈ ദേവന്റെ ചൈതന്യത്തെ ലോപം വരുത്താതെ നമ്മളപ്പം മറ്റ് ക്ഷേത്രങ്ങൾ ഇല്ലാത്ത പോലെ ഇവിടെ ഫുൾ ടൈം തന്ത്രി, അതായത് ശബരിമല ക്ഷേത്രത്തിൽ ഒരു ഫുൾ ടൈം തന്ത്രി അങ്ങനെയാണ് വിധിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംഭവത്തിൽ വരുമ്പോഴത്തേക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ ഏറ്റവും ഉത്തരവാദിത്വം എടുക്കുകയും ഇങ്ങനത്തെ ഒരു ചെറിയ ചൈതന്യ ലോപത്തിനുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കുകയും ചെയ്യേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിന് ഇതിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. സ്വർണ്ണമോ മറ്റു കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്, അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇങ്ങനത്തെ സമയത്ത് ഈ ടൈപ്പ് കാര്യങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അനുമതി അദ്ദേഹം കൊടുക്കാൻ പാടില്ല. അഥവാ അദ്ദേഹം അറിയാതെ മറ്റാരെങ്കിലും ചെയ്യാൻ വന്നാൽ അത് അടുത്ത ദിവസം അത് വിളിച്ചു പറയാം. അതിനുള്ള പ്രായച്ചിത്തം ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ആറന്മുള അമ്പലത്തിലെ തന്ത്രി ചെയ്ത പോലെ ഒരു ചൈതന്യലോപം സംഭവിച്ചെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ഉടൻ തന്നെ അത് വിളിച്ചു പറയുന്നു. അടുത്ത ദിവസം നിങ്ങൾ ചെയ്ത തെറ്റാണ്, ഇതിന് പ്രായച്ചിത്തമുണ്ട്, ഇത് ഇന്ന ചെയ്യണം ദേവനെ എന്നാലേ കറക്റ്റ് ചെയ്യാൻ പറ്റൂ. അതാണ് അതിനകത്തെ ആ കറക്റ്റ് വേ. പിന്നെ മന്ത്രി അദ്ദേഹത്തിന്റെ ഒരു തെറ്റുമില്ല. വാസന അദ്ദേഹം വന്നു, ഇവര് വന്ന് വിളിച്ചു, ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ അത് വിളിച്ച് അത് തെറ്റാ മറ്റാന്നൊക്കെ പറയുന്നത് പക്ക ഗുരുതരമായ തെറ്റുമാണ്. പക്ഷെ തന്ത്രി അദ്ദേഹം ചെയ്യുന്നത് കറക്റ്റാണ്. ഇന്ന സംഭവത്തിൽ ദേവൻ നിവേദിച്ചിട്ടില്ല, ഇങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ പോകേണ്ടത്, ഈ പ്രൊസീജിയർ ഇത്ര എറർ ഉണ്ടായി, ഇതാണ് പരിഹാരം. അതുപോലെ ഒരു പരിഹാരം നിശ്ചയിക്കേണ്ട ടൈപ്പ് കുറ്റമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ 7-ാം തീയതി ഇളക്കിയിരിക്കുന്നത്. ശരി, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. മടങ്ങിയെത്താം. ശ്രീ ജയേന്ദ്രൻ, ഇപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസ് പ്രതിപട്ടികയിൽ തന്നെയാണ് ഉള്ളത്. സ്മാർട്ട് ക്രിയേഷൻസ് ചെയ്തു കൊണ്ടുവരുന്ന പാളിയാണ് മറ്റന്നാൾ ശബരിമലയിൽ വയ്ക്കാനിരിക്കുന്നത്. അതൊരു ശരിയായ നടപടിയായി അങ്ങ് കാണുന്നുണ്ടോ? തീർച്ചയായും അതിൻ്റെ അതൊന്നും തെറ്റൊന്നും കാണേണ്ട കാര്യമില്ല. പക്ഷേ സ്മൃതി, ഒരു 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ശ്രീ മഹേഷ് പണിക്കർ ഉൾപ്പെടെ പ്രിയപ്പെട്ട ഷാജി രാഘവനും പ്രിയപ്പെട്ട ശ്രീകുമാറും ഒക്കെ പറഞ്ഞല്ലോ, ഞാൻ ഏതാണ്ട് പുതിയ തീസിസ് കൊണ്ടുവരുന്നതാണ്. ഒന്നുമല്ല കേട്ടോ, മഹേഷ് പണിക്കർക്ക് വൃത്തിയായിട്ട് അറിയാവുന്ന കാര്യമാണ് എന്തായിരുന്നു പഴയ രീതി എന്നുള്ളത്. പരമ്പരാഗത രീതി എന്താണ് ഉണ്ടായിരുന്നത് ശ്രീ മഹേഷ് പണിക്കർ? അങ്ങനെ ആലോചിച്ചാൽ അറിയുന്ന കാര്യമല്ലേ ഉള്ളൂ, പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ സ്വർണ്ണപ്പൊടി മെർക്കുറിയുമായി ചേർത്ത് ചെമ്പിലോ മറ്റേതെങ്കിലും ലോഹങ്ങളിലോ തേച്ച് പിടിപ്പിച്ച ശേഷം പിന്നീട് വീണ്ടും അത് ചൂടാക്കി മെർക്കുറി അതിൽ നിന്ന് വേർപെടുത്തുന്ന പ്രക്രിയയാണല്ലോ ചെയ്തിരുന്നത്. പരമ്പരാഗതമായി ചെയ്തിരുന്ന അതാണ്. ആ പ്രക്രിയയോടെ സംഭവിക്കുന്നത് അതീവ ഗുരുതരമായ ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതാണ് പ്രശ്നം. ശബരിമലയിൽ അത് പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ലെന്നേ, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരോ ഇന്ത്യ ഗവൺമെന്റോ കണ്ടുപിടിച്ചതല്ല. മിനമത കൺവെൻഷൻ 2013 ഒക്ടോബർ 10 ഉണ്ടാക്കിയ ഉടമ്പടിയാണ്, ഗ്ലോബൽ ട്രീറ്റിയാണത്. അതൊക്കെ താങ്കൾക്കും താങ്കളുടെ സഹായരോട് പറഞ്ഞ് പരിശോധിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതൊക്കെ അത് എന്തുകൊണ്ട് ഇവിടെ ബാധകമല്ല എന്നുള്ളതാണ് താങ്കൾക്ക് ഉത്തരവുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പിന്നെ മറ്റൊന്ന്, ഈ ഇവിടുത്തെ കിലോ കണക്കിന് സ്വർണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ നല്ല കാര്യമാണ്. ഞാൻ എൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ട് ചോദിക്കുകയാണ്, ശുദ്ധമായ അറിവില്ലായ്മ കൊണ്ട് ചോദിക്കുകയാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്ര കിലോ സ്വർണമുണ്ട്? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വജ്രമടക്കം മറ്റെന്തെങ്കിലും എത്ര കിലോ ഉണ്ട്? അങ്ങേക്കൊന്ന് അറിയാമെങ്കിൽ പറഞ്ഞു തന്നാൽ മതി. അതുപോലെ ഇപ്പൊ ഗുരുവായൂരൊക്കെ ഏകദേശ കണക്കുണ്ട്. അതുപോലെ ഇന്ത്യയിലെ മഹാക്ഷേത്രങ്ങളിലടക്കം എത്ര കിലോ സ്വർണമുണ്ട്? ഇതിന് വല്ല കണക്കും കയ്യുമുണ്ടോ? പിന്നെ ഇവിടെ മാത്രം ശബരിമലയ്ക്ക് മാത്രം ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ കയറി അങ്ങ് അള്ളി പിടിക്കുക, എന്നിട്ട് അത് നീറി പിടിപ്പിക്കാൻ ശ്രമിക്കുക. അതൊക്കെ സ്വാഭാവികമാണ്, മനസ്സിലാവും. അതിൻ്റെ അകത്തെ വാർത്താ കൗശലങ്ങളൊക്കെ ആർക്കാണ് മനസ്സിലാകാത്തത്? ശ്രീ മഹേഷ് പണിക്കർ, ശ്രീ ഷാജി രാഘവൻ, ശ്രീ ശ്രീകുമാർ, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ അകത്ത് എനിക്ക് ഒരു അത്ഭുതവുമില്ല നിങ്ങളുടെ പ്രതികരണങ്ങളിലൊന്നും. അതിനാണല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവർക്ക് തോന്നട്ടെ, ഹൈക്കോടതിക്ക് തോന്നട്ടെ, ഇതിനൊക്കെ കണക്കുണ്ടാക്കണം, വ്യവസ്ഥ വെക്കണം. ശബരിമല അടക്കം കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിലെ എല്ലാം ഇപ്പൊ 1252 ക്ഷേത്രങ്ങളുണ്ടല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ. അതിലും അടക്കമുള്ള ഈ സ്വർണങ്ങളും രത്നങ്ങളുണ്ടെങ്കിൽ അതും അടക്കമുള്ളതിന്റെ എല്ലാം കണക്കെടുക്കണം എന്നൊക്കെ തോന്നട്ടെന്ന്. ആർക്കാ തടസ്സം? കേരളത്തിലെ ഗവൺമെന്റ് തടസ്സപ്പെടുത്താൻ പോകുന്നുണ്ടോ? അത് അങ്ങനെ വന്നാൽ, തീരുമാനം ഉണ്ടായാൽ? ഇല്ലല്ലോ. അപ്പൊ അതൊക്കെ ചെയ്യാൻ പറയൂ.
എന്നിട്ട് പറയൂ ദേവസ്വം മൊത്തം ബോർഡിന്റെ പണി കൊള്ളയാണെന്ന്. പിന്നെ എന്താണെന്ന്? അല്ലേ? ഇത് ദേവസ്വം ബോർഡിന്റെ പണിയല്ലേ? തൊട്ടാനും പിടിച്ചതിനും അല്ല, ഈ പണി ചെയ്യാത്ത ദേവസ്വം ബോർഡിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. കൊണ്ട് അവിടേക്ക് നേരെ കയറി അങ്ങ് അള്ളി പിടിക്കാൻ ശ്രമിച്ചാൽ അത് വിലപ്പോവില്ല സാർ. ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. ഇത് 21-ാം നൂറ്റാണ്ടാണെന്നേ. എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്ന ഘട്ടങ്ങളാണ്. കഴിഞ്ഞ കുറേ കാലം നിരന്തരം പറഞ്ഞു പോന്നല്ലോ, പിന്നെ ADGP ഇദ്ദേഹം അജിത് കുമാർ ട്രാക്ടറിൽ യാത്ര ചെയ്ത കാര്യം. ഈ കഴിഞ്ഞ മഹേഷ് പണിക്കർ ഒരുപക്ഷെ അറിയാമായിരിക്കും, ഒരുപക്ഷെ ഷാജി രാഘവൻ അറിയുമായിരിക്കും. കഴിഞ്ഞ സീസണിൽ, ഈ സീസൺ അല്ല പറയുന്നത്, കഴിഞ്ഞ സീസണിൽ ഒരു തന്ത്രി, ഞാൻ തന്ത്രിയുടെ പേര് പറയുന്നില്ല, അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, കൃത്യമായി അറിയാം. തന്ത്രി പോകുന്നതും വരുന്നതും ട്രാക്ടറിലാണ്. സ്ഥിരം പതിവായി പോകുന്നതും വരുന്നതും. മഹേഷ് പണിക്കർക്ക് അറിയാതിരിക്കില്ല അദ്ദേഹത്തിന്റെ പേര്, ഇല്ലേ? ആരെങ്കിലും ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ച ചെയ്തോ? അല്ല, അങ്ങനെയല്ല ശ്രീ ജയേന്ദ്രൻ. ഇല്ലല്ലോ. ആ ചിത്രം പുറത്തു വന്നപ്പോഴാണല്ലോ നമ്മൾ അത് ചർച്ച ചെയ്തത്. അല്ലാതെ പുറത്തു നിൽക്കുന്നവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? തന്ത്രി അങ്ങനെ സഞ്ചരിക്കുന്നെങ്കിൽ ആ പടം പുറത്തുവിടുകയാണ് വേണ്ടത്. അങ്ങനെയുണ്ടെങ്കിൽ ആ പടം പുറത്തുവിടുകയാണ് വേണ്ടത്. ശ്രീ ജയേന്ദ്രൻ, ശ്രീ ജയേന്ദ്രൻ അങ്ങ് കേൾക്കുന്നില്ലേ? എം ആർ അജിത് കുമാറിനെ അങ്ങ് ന്യായീകരിക്കുന്നുണ്ടോ? അന്വേഷണ സംഘം അന്വേഷിച്ച് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അത് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. അക്കാര്യത്തിൽ അങ്ങ് കേൾക്കുന്നുണ്ടോ ശ്രീ ജയേന്ദ്രൻ? നമ്മുടെ ശ്രീ മഹേഷ് പണിക്കരെ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിർത്തിയോണ്ട് അങ്ങ് മറുപടി പറഞ്ഞോളൂ. അതിനുശേഷം നമ്മുടെ രാഷ്ട്രപതി ഇപ്പൊ പോകാൻ പോകുന്ന ഒരു ജീപ്പിലാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു ഓരോ അവസ്ഥയും ഓരോ കാര്യങ്ങളും ഒക്കെ അനുസരിച്ചിട്ട് നമുക്ക് അങ്ങനെ കാലാകാലങ്ങളിൽ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും വ്യക്തമായ നിയമങ്ങളല്ലല്ലോ. അത് ചില സമയത്ത് ചിലപ്പോൾ ഒരു ആക്സിഡന്റ് വന്നു, ആംബുലൻസ് യൂസ് ചെയ്യുന്നില്ലേ? അപ്പം അത് നമ്മൾ അങ്ങനെയുള്ള ഇതല്ല. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവര് മാതൃക കാണിക്കേണ്ടവർ. നമുക്കിവിടെ അതാണ് പ്രശ്നം. ആ മാതൃക കാണിക്കേണ്ടവർ അവർ കാണിച്ചു കൊടുക്കണ്ടേ, ഇങ്ങനെയാണ് കാര്യങ്ങൾ, കുട്ടികളെ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ. അപ്പൊ അവര് തന്നെ ആദ്യം ഇത് കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചൂരലും എടുക്കാൻ വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ലേ? പണ്ട് രാമകൃഷ്ണ പരമഹംസന്റെ ഒരു സാധനം പറഞ്ഞത്, ശർക്കര കഴിക്കാതിരിക്കാൻ ഒരു കുട്ടിയെ ഉപദേശിക്കാൻ അമ്മ കൊണ്ട് കുട്ടിയുടെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലും പരമഹംസൻ. അദ്ദേഹം അടുത്ത ആഴ്ച വരാൻ പറയും. എന്താണെന്ന് വെച്ചാൽ പുള്ളിയും കഴിക്കുന്ന ഒരു ശർക്കര. അപ്പൊ പുള്ളിയെ ശർക്കര നിർത്തിയിട്ട് ആ കുട്ടിയെ ഉപദേശിക്കുന്നത്. അപ്പൊ അതുപോലെ ഈ നേതൃത്വത്തിൽ നിൽക്കുന്നവര് സത്യം പറഞ്ഞാൽ അവര് തന്ത്രിയായാലും മന്ത്രിയായാലും ആരായാലും അവരാണ് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കാര്യങ്ങൾ കാണിക്കേണ്ടത്. ശരി ശ്രീ ജയേന്ദ്രൻ, ഞാൻ നേരത്തെ അങ്ങോട്ട് ചോദിച്ചത്, ഇപ്പോൾ എം ആർ അജിത് കുമാർ അങ്ങനെ ട്രാക്ടറിൽ സഞ്ചരിച്ചത് ശരിയാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ആ ചിത്രം പുറത്തു വന്നത് കൊണ്ടാണ് നമ്മളത് വാർത്തയാക്കിയത്. കാരണം കോടതിയുടെ കൃത്യമായ ഉത്തരവുണ്ടായിരുന്നു അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അത് നിയമം അത് നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥൻ തന്നെ ആ രൂപത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അത് വാർത്തയായത്. തന്ത്രി ആ തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചിത്രം പുറത്തു വരട്ടേന്നേ. പുറത്തു വന്നാൽ ഉറപ്പായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടുമല്ലോ. ഇത് പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എം ആർ അജിത് കുമാറിന്റെ ഇത് വീഴ്ചയല്ല എന്നൊരു അഭിപ്രായം അങ്ങക്കുണ്ടോ? എല്ലാവരും ചെയ്യുന്നു, അപ്പോൾ എം ആർ അജിത് കുമാറിനും ആകാം എന്നതാണോ അങ്ങയുടെ നിലപാട്? അല്ല, അജിത് കുമാർ അങ്ങനെ ചെയ്തത് ശരിയാണെന്ന് വിദൂരമായി പോലും ഞാൻ ന്യായീകരിക്കില്ല. അന്നുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. അതുപോലെ തന്നെ തന്ത്രി ചെയ്തത് അത് രഹസ്യമല്ല സ്മൃതി. ഇത് അറിയാൻ വയ്യാത്ത ആരും ഇല്ലെന്നാണ്. ഫോട്ടോ പുറത്തുവിടട്ടെ. അദ്ദേഹം പോവുകയും വരികയും ചെയ്യുന്ന ട്രാക്ടറിൽ തന്നെയാണെന്നുള്ള അറിയാൻ വയ്യാത്ത ആരും ശബരിമലയിലെങ്ങും ഇല്ലെന്നേ. ഇപ്പോഴത്തെ തന്ത്രിയല്ല അങ്ങ് പറയുന്നല്ലേ? ഇരിക്കുന്ന ഒരുപക്ഷെ ശ്രീകുമാറിന് ഉണ്ടാവില്ല. എന്തോ ഏതാണ് ഇപ്പോഴത്തെ തന്ത്രിയല്ല മറ്റാരോ ആണെന്നാണോ അങ്ങ് പറയുന്നത്? തന്ത്രിയുടെ പേര് ഞാൻ പറയും. ശരി, തന്ത്രിയുടെ പേര് ഞാൻ പറയില്ല. അതല്ല പറഞ്ഞ മഹേഷ് പണിക്കർക്ക് അറിയാം, ശ്രീ ഷാജി രാഘവൻ അറിയാം, അതൊക്കെ അറിയാം ആരാണെന്നുള്ളത്. ശരി, ശ്രീ ഷാജി രാഘവൻ, പറയേണ്ട ഒരു ഘട്ടം ശബരിമലയിലേക്ക് ഊന്നിക്കൊണ്ട് ഒരു ദുരുദ്ദേശമാണ് നിങ്ങളടക്കം നടത്തുന്ന പ്രതികരണങ്ങളിൽ അദ്ദേഹത്തിന് കാണാനാകുന്നത്. അല്ലല്ല, നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. കേരളത്തിലെ 50% വരുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ അവരുടെ ആരാധനാലയത്തിൽ നടക്കുന്ന തോന്നിവാസങ്ങളായി പോയി ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് ഇവരുടെ ഈ ആരാധനാലയങ്ങളല്ലാതെ വേറെ ആരുടെയെങ്കിലും ആരാധനാലയത്തിൽ നടക്കൂ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ജയചന്ദ്ര സാർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എത്രയോ ഭീതിയാണ് നമ്മളിലൊക്കെ ഉണർത്തുന്നത്. ഒരു കണക്കുമില്ലാന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുക. ഞാൻ ചോദിക്കുന്നത് പിന്നെ ഈ ദേവസ്വം ബോർഡിൻ്റെ പണി എന്താണെന്ന്? ഈ ദേവസ്വം ബോർഡ് എന്തിനാ പിന്നെ? ഈ ദേവൻ്റെ സ്വത്ത് നമുക്കറിയാം, ഡയറ്റ് അല്ലെങ്കിൽ പ്രതിഷ്ഠയുടെയാണ് ആ മുഴുവൻ സ്വത്ത്. അദ്ദേഹമാണ് അതിൻ്റെ പ്രധാന ആദ്യത്തെ അവകാശി എന്ന് പറയുന്നത് അദ്ദേഹമാണ്. ഈ ദേവസ്വം ബോർഡ് ബാക്കി ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതാണല്ലോ അവിടുത്തെ സംവിധാനം. അപ്പോൾ ഈ ദേവസ്വം ബോർഡിൻ്റെ പണി എന്താന്നേ? അയ്യപ്പൻ്റെ സ്വർണം പോലും കാക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല കണക്കുമില്ല എന്ന് ജയചന്ദ്രൻ മാഷും ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയൊക്കെ ചാർച്ചർത്ത് വന്നിരുന്ന് പറയുമ്പോൾ ഇനി എത്ര ഭയപ്പാടോടുകൂടി വേണം വരും ദിവസങ്ങളിൽ ഇവരുടെയൊക്കെ ഭരണത്തെയും ദേവസ്വം ബോർഡിലെ ഭരണത്തെയും ഈ രാഷ്ട്രീയക്കാരുടെ ഈ കയറി ഇറങ്ങിയുള്ള ക്ഷേത്ര ഭരണങ്ങളെയും നമ്മൾ നോക്കിക്കാണേണ്ടത്.
ശരി. സാർ അതാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ 30 കൊല്ലത്തെ കൃത്യമായ അന്വേഷണം നടക്കണം സാർ. കേന്ദ്ര ഏജൻസിയെ കൊണ്ട് ഇത് അന്വേഷിക്കണം. UDF-ന്റെയും LDF-ന്റെയും കാലത്തുള്ള മുഴുവൻ ദേവസ്വം ബോർഡ് ഭരണം, ഈ ദേവസ്വം ബോർഡ് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ദേവസ്വം ബോർഡിന്റെയും ഇത് വളരെ കൃത്യമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ സാറ് പുറത്തുവിട്ട ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ തീർച്ചയായിട്ടും കേരളത്തിന്റെയും പൊതു രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല വിശ്വാസികളുടെ ഇടയിൽ പോലും ഒരു പുനർചിന്തനത്തിനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം സംരക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു ദേവന്റെ സ്വത്ത്. ദേവന്റെ സ്വത്തിന്റെ ഒന്നാമത്തെ അവകാശി ദേവനായിരിക്കെ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അതിന്റെ നടത്തിപ്പുകാർ മാത്രമായിരിക്കെ ഇത് സംരക്ഷിക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കാൻ സാധിക്കാത്ത ദേവസ്വം ബോർഡിലേക്ക് എന്തിനാണെന്ന് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഈ രാഷ്ട്രീയം പറയാനുള്ള സംഗമം പോലും കാര്യമാണ്. അതിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത്? അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? ദേവസ്വം ബോർഡ് എന്തിനാ എന്ന ചോദ്യം ഉയർത്തുന്നു. ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചു. നിങ്ങൾ എന്റെ ചോദ്യം രണ്ട് ചോദ്യമേ ഉള്ളായിരുന്നു. ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസി സമൂഹത്തിന്റെ ക്ഷേത്രങ്ങളിൽ ഈ തരത്തിലുള്ള തോന്നിവാസങ്ങൾ നടക്കുന്നു. ഇത് അഡ്രസ് ചെയ്യപ്പെടണ്ടേ? അത് അഡ്രസ് ചെയ്യപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദേവസ്വം ബോർഡിലെ, കേരളത്തിലെ മുഴുവൻ ദേവസ്വം ബോർഡിലെ കഴിഞ്ഞ 30 വർഷക്കാലത്തെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കണമെന്നേ. വ്യക്തമായി സമയക്കുറവുള്ളതാണ്. ശ്രീകുമാർ പറയൂ. അല്ല, BJPക്ക് അത് പറയാം. കാരണം അവർ കേരള ഭരണത്തിൽ വന്നിട്ടുമില്ല, വരാനുള്ള സാധ്യതയുമില്ല. അതുകൊണ്ട് അവർക്കൊക്കെ പറയാം. ദേവസ്വം ബോർഡുകൾ എന്നൊക്കെ പറയുന്ന ഗവൺമെന്റിന്റെ ഭാഗമാണ്. ദേവസ്വം അല്ല, ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ. അതായത് അപ്പം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഇതൊക്കെ തെരഞ്ഞെടുപ്പൊക്കെ ആവട്ടെ ഒരുപാട് വിഷയമുണ്ട്. ഈ BJP ഒന്നും ഇതേവരെ ഇങ്ങനെ കാര്യമായിട്ട് ദേവസ്വം വകുപ്പ് മന്ത്രി ഞങ്ങൾക്ക് വേണ്ടാമെന്ന് അവർ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ദേവസ്വം വകുപ്പ് ഇങ്ങനെ ഭരിക്കുന്നുണ്ട്, ദേവസ്വം ബോർഡുകളുണ്ട്, എല്ലാം ഉണ്ട്. ക്ഷേത്ര ക്ഷേമ സമിതികളിൽ രാഷ്ട്രീയക്കാർ തന്നെ കയറുന്നുണ്ട്, അതൊക്കെ ഉണ്ട്, അതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ CPM-ന് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ക്ഷേത്ര ഭരണത്തിലേക്ക് കടക്കുക എന്നുള്ളത്. ദേവസ്വം ആര് ഭരിക്കുന്നു, വിശ്വാസികൾ ഭരിക്കണോ എന്നുള്ളത് വിഷയമല്ല. കാരണം ഇവിടെ AK ആന്റണി ഭരിച്ചിട്ടുണ്ട്, ഇവിടെ മറ്റേ EMS ഭരിച്ചിട്ടുണ്ട്, നായനാർ ഭരിച്ചിട്ടുണ്ട്, VS ഭരിച്ചിട്ടുണ്ട്, PKV ഭരിച്ചിട്ടുണ്ട്. ഇവരൊന്നും വിശ്വാസികളായിരുന്നില്ല, വിശ്വാസികളല്ല. പക്ഷേ വിശ്വാസികളുടെ കാര്യം സംരക്ഷിക്കണം. ആ സംരക്ഷിക്കാൻ പറ്റാതാകുമ്പോഴാണ് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത്. വിശ്വാസി ആയതുകൊണ്ട് ദേവസ്വം നന്നായി ഭരിക്കുന്നൊന്നുമില്ല. കാരണം ഈ ദേവസ്വത്തിൽ നമ്മൾ ഈ ഭണ്ണാരുണ്ടുമ്പോഴൊക്കെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അത് വിശ്വാസികൾ തന്നെ കൈയിട്ട് വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ചില വീഡിയോകളിലൊക്കെ. അപ്പോൾ അതൊന്നും പറയണ്ട. ദേവസ്വം എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെയാണ്. ഈ അയ്യപ്പൻ്റെ സ്വത്ത് എന്ന് പറയുന്നത്, ശബരിമല സ്വത്ത് എന്ന് പറയുന്നതും അത് സ്റ്റേറ്റിൻ്റെ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഒരു ആവശ്യം ഉയർന്നിട്ടുണ്ട്. എന്ത് ഇലക്ട്രിസിറ്റി ബോർഡിനും പോലീസിനും വനംവകുപ്പിനും ഒക്കെ കാലാകാലങ്ങളിൽ ശബരിമലയിൽ ദേവസ്വം കൊടുക്കുന്ന പണത്തിൻ്റെ എത്രയാണെന്ന് കണക്ക് പുറത്തു കൊണ്ടുവന്നും കാണിക്കയുടെ എത്രയാണെന്നും കാണിക്കയിൽ എത്ര ഭാഗം ബാങ്കിലിടുന്നെന്നും ഇതൊക്കെ കണക്ക് പൊതുജനങ്ങളെ അറിയിക്കണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ശബരിമല പ്രത്യേക ദേവസ്വം ആക്കണമെന്ന് പറയുന്നത് കൊണ്ടാണ്. കാരണം ശബരിമല ദേവസ്വം കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം മൊത്തം അങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളവും അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊന്നും ചിലവാക്കേണ്ടെന്ന് ഒരുപാട് അഭിപ്രായമുണ്ട്. ഇപ്പോൾ എക്സൈസ് വകുപ്പുണ്ട്. എക്സൈസ് വകുപ്പ് ഉണ്ടായത് എന്തിനാ? മദ്യം വിൽക്കാനാണ്. അപ്പോൾ എക്സൈസ് വകുപ്പിൻ്റെ മന്ത്രി മദ്യപാനി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. മദ്യപാനി അല്ലാത്തവരാണ് എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. നമ്മുടെ പഴയ K. ശങ്കരനാരായണൻ, അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണറായിരുന്നു. തനി ഗാന്ധിയൻ, അദ്ദേഹം ഒന്നാം തരമായിട്ട് എക്സൈസ് വകുപ്പ് ഭരിച്ചു. അപ്പോൾ അതൊന്നുമല്ല വിഷയം. ഭരിക്കുന്നവരെന്ന് വെച്ചാൽ വിശ്വാസികളുടെയും കൂടെ കാര്യങ്ങൾ നോക്കാനാണ്. അതുകൊണ്ടാണ് AK ആന്റണി കാഞ്ചി മഠത്തെ സ്വീകരിച്ചതും മാതാ അമൃതാനന്ദമയ്യെ കണ്ടതും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് CPM മന്ത്രിമാരായ സുധാകരനും തോമസ് ഐസക്കും പൂവും പ്രസാദവുമായിട്ട് കാഞ്ചി സ്വാമികളെയൊക്കെ സ്വീകരിച്ചതും. ഇതൊക്കെ ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വാസം എന്ന് പറയുന്ന വിശ്വാസികൾക്കാണ്. അത് സംരക്ഷിക്കുക, ഭക്തരുടെ മുതൽ കക്കാതിരിക്കുക, അത്രേ പറയാനുള്ളൂ. അത് പണ്ട് VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. പൊതുമുതൽ കട്ടാൽ പൂജപ്പുരയിലേക്കെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഒരാളെ ജയിലിലടച്ചു. ആ ആളിപ്പം അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ തന്നെ എടുത്ത് അദ്ദേഹത്തിൻ്റെ മകനെ മന്ത്രിയാക്കുകയും ചെയ്തു. ശരി, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. വളരെ നന്ദി ശ്രീ N. ശ്രീകുമാർ, ശ്രീ M. ജയചന്ദ്രൻ, ശ്രീ ഷാജി രാഘവൻ, ശ്രീ മഹേഷ് പണിക്കർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.